വിനാശകാലേ വിപരീത ബുദ്ധി എന്നതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. വിനാശകാലേ ബാസില ബുദ്ധി എന്നാണ് നമ്മൾ ഇനി അതിന് പറയാൻ പറ്റുന്ന. ഒരാളാകെ പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, എന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവും ധാരണയും ഉണ്ടാവില്ല. മുന്നിലിരിക്കുന്ന മുഴുവൻ മനുഷ്യരും വിഡ്ഢികളാണ് എന്ന് സ്വയം ധരിച്ചു വെച്ച ചില ഭൂലോക മൂഢന്മാരാണ് അൺമാസ്കിംഗ് അനോമലീസിന്റെ അമരത്തിരിക്കുന്നവർ. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയാം. കേരളത്തിൽ നിരവധിയായിട്ടുള്ള ഇസ്ലാം മത സംഘടനകളുണ്ട്. എന്നാൽ അൺമാസ്കിംഗ് അനോമലീസിന്റെ മാതൃ സംഘടനയായിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പോലെ ഇത്രയും ഗതികെട്ട വേറൊരു ഇസ്ലാമിക സംവിധാനമില്ല കേരളത്തിൽ എന്നാണ് പറയുന്നത്. കയ്യിലിരിക്കുന്നത് ആകെ വർഗീയതയും പരിഹാസവും മാത്രമാണ്. പേരിനെങ്കിലും ബോധമുള്ള ഇസ്ലാം മത പണ്ഡിതന്മാർ അതിനകത്ത് കുറവാണ്, വളരെ കുറവാണ്. പേരെടുത്ത് പറയാവുന്ന ഒരു മൗലവി ഉണ്ടെങ്കിൽ ഒരു ഫൈസൽ മൗലവി മാത്രമാണ്. അതേസമയത്ത് മുജാഹിദ് ബാലുശ്ശേരിയും CP സലീമും ഉൾപ്പെടെയുള്ള അതിന്റെ മറ്റു നേതൃനിരയിലുള്ള ആൾക്കാർ, TK അഷ്റഫിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ കേരള സമൂഹത്തിൽ എന്നേ അപഹാസ്യരാണ്, പരിഹാസ്യരാണ്. അപ്പൊ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ഒരു എന്താ പറയാ, ഒരു ഉശിരുണ്ട് എന്ന്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നിരവധിയാണ്. അതിലെ മൂത്ത മൂല്യന്മാർ ചെയ്യുന്ന കോപ്രായങ്ങൾ പോരാതെ വന്നതുകൊണ്ടാണ് കുഞ്ഞി കോപ്രാണ്ടികളായിട്ട് കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ട് UA അൺമാസ്കിംഗ് എത്തീസം എന്ന പേരിൽ ആദ്യം തുടങ്ങുകയും അൺമാസ്കിംഗ് അനോമലീസ് എന്ന പേരിൽ പിന്നെ മാറ്റുകയും ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്നത് മുഴുവൻ സത്യത്തിൽ അവരുടെ അനോമലീസിനെ വെളിച്ചത്ത് കൊണ്ടുവരിക. പേര് വളരെ അന്വർത്ഥമാണ് കേട്ടോ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെയും ഇസ്ലാം മത പ്രബോധകരും പ്രചാരകരായിട്ട് അറിയപ്പെടുന്ന ആളുകളുടെയും അതേപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെയും വഹാബിസം എന്ന് പറയുന്ന ഈ തീവ്ര തൗഹീദിന്റെ ഐഡിയോളജിയുടെയും ഒക്കെ അനോമലീസ് അവരായിട്ട് തുറന്നു കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോ തുറക്കുകയും അതിന് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പേരിടുകയും ചെയ്ത മഹത്തരമായ ഒരു കാര്യമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ അനോമലീസ്, വഹാബിസത്തിന്റെ അനോമലീസ്, മുജാഹിദ് മൂല്യന്മാരുടെ അനോമലീസ്, ഇതെല്ലാം ഇതിനോടകം അൺമാസ്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ കുത്തിയിരുന്ന് അൺമാസ്ക് ചെയ്യേണ്ട, അവർ തന്നെ സ്വയം ഇരുന്ന് ഇങ്ങനെ അൺമാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു അൺമാസ്കിംഗ് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ നടക്കുന്നത്. ഇവിടെ അൺമാസ്കിംഗ് അനോമലീസിലെ അമരക്കാരനായിട്ടുള്ള അബ്ദുള്ള ബാസിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്നാണോ ഇന്നലെയാണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ, ഇന്നാണോ ഇന്നലെയാണോ അറിയുമോ, ഒരു പുതിയ വീഡിയോ വന്നത് അബ്ദുള്ള ബാസിന്റെ. അതില് ജബ്ബാർ മാഷുമായിട്ടുള്ള ഒരു ഓഫ്ലൈൻ സംവാദം എന്ന് പറഞ്ഞൊരു ടൈറ്റിലാണ്. അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടപ്പോ സത്യസന്ധതയില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ, ആത്മാഭിമാന ബോധമില്ലായ്മ, തന്റെ കാഴ്ചക്കാരെ കുറിച്ച്, കേൾവിക്കാരെ കുറിച്ച്, തന്റെ അണികളെ കുറിച്ച്, പൊതുവിൽ ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ചുള്ള അവമതിപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക മാനറിസം എനിക്ക് അതിൽ നിന്ന് കാണാൻ പറ്റി. അപ്പൊ അത് ഞാൻ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് സംവാദത്തിന് തയ്യാറായിട്ട് അവർ കുറെ കാലമായിട്ട് കാത്തിരിക്കുകയാണെന്നും ഇസ്ലാം മത വിമർശകർ ഇവരുമായിട്ട് സംവാദത്തിന് തയ്യാറാവുന്നില്ല, 4 വർഷമായി ജബ്ബാർ മാഷ സംവാദത്തിന് വെല്ലുവിളിച്ച് കാത്തിരിക്കുകയാണെന്ന് പറയുന്ന ഒരു പച്ച നുണ പറയാൻ ഉളുപ്പില്ലായ്മ അബ്ദുള്ള ബാസിലുണ്ട്. നമുക്കറിയാം, ബാസിലിന്റെ കയ്യിൽ ആകെയുള്ളത് കുറച്ച് ഉളുപ്പില്ലായ്മയും കുറച്ച് മുന്തിയ തൊലിക്കട്ടിയും പിന്നെ കുറച്ച് ഉഡായിപ്പും നുണ പറയാനുള്ള കഴിവും ആണ്. ഇത് കേട്ട് ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. അതിനും അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കമന്റ് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഇതുപോലെ കമന്റ് ഡിലീറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു സംഘടനയോ വേറെ ഏതെങ്കിലും ഒരു ചാനലോ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. ഇപ്പൊ ഇന്ന് ചെയ്ത വീഡിയോയുടെ താഴെ ഒരാളിട്ട കമന്റ് സംവാദത്തിന്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തിയിട്ടുള്ള അവരുടെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് ചെന്നതുമായി ബന്ധപ്പെട്ടിട്ട കമന്റ് പോലും ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തമായിട്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് സ്റ്റുഡിയോന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങൂല, അതിനകത്ത് ഇരിക്കുക, അതിനകത്തുനിന്ന് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് പുറത്തു വിടുക. പുറത്തോട്ട് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമല്ലാതെ വരുന്ന കമന്റുകൾ മുഴുവൻ ഫിൽട്ടർ ചെയ്ത് കളയാൻ വേണ്ടി അത് ഒന്നുകിൽ ഡിലീറ്റ് ചെയ്ത് കളയുക, കമന്റ് എഴുതിയവരെ കബളിപ്പിക്കാൻ വേണ്ടി ഹൈഡ് ഫ്രം ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കമന്റുകൾ ഹൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ എഴുതിയ ആൾക്ക് കമന്റ് കാണാൻ പറ്റും, എഴുതിയ ആൾ നോക്കുമ്പോൾ അയാളുടെ കമന്റ് അവിടെ ഉണ്ടാവും, പക്ഷെ വേറെ ആളുകൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഈ രീതിയിൽ കാപട്യവും കള്ളത്തരവും കാണിച്ച് എത്ര കാലം അബ്ദുള്ള ബാസിലിന് ഈ വിശ്വാസി സമൂഹത്തെ ആകെയല്ല, ഈ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ ആ അക്ഷരം കണ്ടിട്ട് എന്തോ അത്ഭുതം കൂറിയിരിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളെ ഇവർക്ക് എത്ര കാലം പറ്റിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അപ്പോ ഇന്ന് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ
അതിന്റെ അവിടെ തന്നെ തുടക്കം മുതൽ അയാൾ കാണിക്കുന്ന കാപട്യവും നുണയും, ഒരാൾ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു 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 നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി 4-5 വർഷം പുറകിലോട്ട് പോയി ആയിരക്കണക്കിന് വീഡിയോകളിൽ നിന്ന് ഒരു വീഡിയോ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വീഡിയോകളിൽ നിന്ന് 1 മിനിറ്റ്, അര മിനിറ്റ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അയാൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും ആലോചിക്കണം. ഗതികേടിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കണം. ഒരു നുണ സ്ഥാപിക്കാനും ഒരു വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനും വസ്തുതയെ വളച്ചൊടിച്ച് മറ്റൊന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തന്റെ അണികളെ സംതൃപ്തിപ്പെടുത്താനും ഇത്രയും കഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും? അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഗതികെട്ട ഒരു മതസംഘടനാ വിഭാഗം ലോകത്ത് വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. കേരളത്തിൽ എന്തായാലും ഇല്ല. എന്തായാലും നമ്മൾ ഇനി കഥ പറയുന്നില്ല. ഇതാണ് അബ്ദുള്ള ബാസിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ തംബ്നൈൽ കേട്ടോ. അതില് EA ജബ്ബാറുമായി വീണ്ടും ഓഫ്ലൈൻ സംവാദം എന്നാണ് തലക്കെട്ട്. വളരെ നല്ല രസമായിട്ട് തോന്നി. അപ്പൊ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ജബ്ബാർ മാഷുമായിട്ട് ഒരു സംവാദത്തിന് മുട്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുകയാണോ അബ്ദുള്ള ബാസില്? അതോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം അബ്ദുള്ള ബാസിലുണ്ടോ? അതോ അബ്ദുള്ള ബാസിലിന് സ്വന്തം കാണികൾക്കിടയിൽ, സ്വന്തം സംഘടനയ്ക്ക് അകത്തും പുറത്തും ഉള്ള വിശ്വാസ സമൂഹത്തിനിടയിൽ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനുള്ള ശ്രമമാണോ? മറ്റൊരു നാണംകെട്ട ഒളിച്ചോട്ടത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണോ? അതോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്ലാം വിമർശകനായിട്ടുള്ള EA ജബ്ബാർ ഒരു പരിപാടിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച ഒരു ഭാഗം ഒരാൾ അയച്ചു തന്നു. അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ സ്വന്തം അണികൾക്കിടയിൽ ഇമാതിരി വീരവാദം പറയാം, എന്നാൽ അതാകട്ടെ അതിന്റെ യാഥാർത്ഥ്യമാകട്ടെ അതിന്റെ നേരെ ഓപ്പോസിറ്റും. ഒരു നുണ പറയുന്നവന്റെ എല്ലാ മാനറിസവും, എല്ലാ ഭാവങ്ങളും, ചേഷ്ടകളും അബ്ദുള്ള ബാസിൽ പ്രകടമാണ്. അബ്ദുള്ള ബാസിൽ എണ്ണം പറഞ്ഞ നുണയനാണ്. മനഃപൂർവ്വം തന്റെ അണികളെ, വിശ്വാസികളായിട്ടുള്ള ആളുകളെ കബളിപ്പിക്കാനും വഞ്ചിക്കാനും, ഒരു വസ്തുത വളച്ചൊടിച്ച് മറ്റൊരു വിധത്തിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് താൻ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. ജബ്ബാർ മാഷിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി. ജബ്ബാർ മാഷ് തന്നെയാണോ ഇത് പറയുന്നത് എന്ന് അദ്ദേഹം അങ്കലാപ്പിലായിപ്പോയി. വലിയ വീരവാദങ്ങൾ, സ്വന്തം അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ വീരവാദങ്ങൾ പറയുകയാണ് പോലും ജബ്ബാർ മാഷ്. എന്നാൽ വസ്തുത അതിന് നേരെ വിപരീതവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആരെക്കുറിച്ചാണ് ആപ്റ്റ് ആവുക, ആർക്കാണ് ഫിറ്റ് ആവുക, അത് നമുക്ക് നോക്കാം. ഇനി അദ്ദേഹം ജബ്ബാർ മാഷിന്റെ ആ വീഡിയോ ഭാഗം കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെട്ട, അദ്ദേഹം ഞെട്ടിപ്പോയ ആ വീഡിയോ ഭാഗം. അത് ഈ അടുത്ത് ഫാനോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഞാനും ജബ്ബാർ മാഷ് കൂടി ഇരുന്ന് നടത്തിയിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്ന പരിപാടിയിലെ ഒരു ഭാഗമാണ്. മാഷ് സംസാരിച്ച് തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന ഭാഗം. അതിലെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അപ്പുറം കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് കട്ട് ചെയ്ത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അബ്ദുള്ള ബാസിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു നുണ, എങ്ങനെയാണ് അബ്ദുള്ള ബാസിൽ നുണകൾ സൃഷ്ടിക്കുന്നത് എന്നും എങ്ങനെയാണ് അബ്ദുള്ള ബാസിൽ തരികിടകൾ കാണിക്കുന്നത് നമ്മൾ എത്രയോ തവണ കാണിച്ചത്. അതായത് ഉള്ള വീഡിയോകളിൽ കൃത്രിമം കാണിച്ച്, കാപട്യം കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഉളുപ്പില്ലാതെ നുണ പറയുന്നത് എങ്ങനെയാണ് എന്ന് നിരവധി തവണ നമ്മൾ അബ്ദുള്ള ബാസിലിന്റെ കേസിൽ ചെയ്ത് കാണിച്ചതാണ്. ഇത് വേറെ ഒരു പുതിയ എക്സാമ്പിൾ, ഏറ്റവും പുതിയത് ഇന്ന് റിലീസ് ആയിട്ടുള്ള അബ്ദുള്ള ബാസിലിന്റെ തരികിട കണ്ടോളൂ. അതിന്റെ ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ, എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ ഡയലോഗിന് വിളിച്ചാൽ, നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവര് നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നത് പോലെ മാളത്തിലേക്ക് ഒളിക്കും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഡയലോഗും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡയലോഗ്, അതായത് നേർക്ക് നേരുള്ള സംവാദങ്ങൾ, ആ സംവാദങ്ങൾക്ക് വിളിച്ചാൽ ഇവർ മാളത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിം ഭാഗത്ത് നിന്ന് പ്രതികരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. സംവാദങ്ങൾക്ക് വിളിച്ചാൽ ഇവർ മാളത്തിലേക്ക് വിളിക്കും, എന്നിട്ട് വലിയ വീരവാദം വേറെ സ്ഥലത്ത് പോയിട്ട് പറയും എന്നുള്ളതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇത് EA ജബ്ബാറിനല്ലേ? കാരണം എന്താ വെച്ചാൽ ഇത് ആരായി പറയുന്നത്? അതന്നെ ഞാൻ ചോദിക്കുന്നത്, ഇത് ആരായി പറയണത്? ശരി, ഇവിടെ രണ്ട് കൃത്രിമങ്ങളാണ് അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ജബ്ബാർ മാഷ് ഈ ആരെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന്, അത് അബ്ദുള്ള ബാസിലിനെ കുറിച്ചും സംഘത്തെക്കുറിച്ചും UA ടീമിനെ കുറിച്ചൊക്കെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമം. രണ്ട്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്, ഇത് രണ്ടും മറച്ചു വെക്കാനാണ് ഇവിടെ അബ്ദുള്ള ബാസിൽ ശ്രമിച്ചത്. ഈ ഡയലോഗ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ജബ്ബാർ മാഷ് പറഞ്ഞു തുടങ്ങുന്നതിന്റെ ആദ്യ ഭാഗവും ജബ്ബാർ മാഷ് ആരെ കുറിച്ചാണ്, എന്തുദ്ദേശത്തിലാണ്, എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞ ഭാഗവും കട്ട് ചെയ്തിട്ട് അത് എന്നെ കുറിച്ചാണ് അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാം. എന്ന് പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇവരുടെ മാതൃ സംഘടനയുടെ ഈ ഉണ്ണിപ്പിണ്ടി നട്ടൽ, നട്ടൽ ഇവരുടെ വാക്കാണ് കേട്ടോ, ഞാൻ പറയാൻ ഇവർക്ക് വേണ്ടി പറയുന്നതാണ്. അവര് നട്ടലൊക്കെ അതിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഇയാളുടെ ഒക്കെ സ്ഥിരം സാധനമാണ്, ആരുടെ, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ. അപ്പൊ അവരകപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം
അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട് ജബ്ബാർ മാഷ തുറന്ന് പറഞ്ഞതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല്ലിവാല് മുറിച്ചിടാൻ വന്ന കുഞ്ഞിപ്പല്ലിയാണ് ആര്? അബ്ദുള്ള ബാസിൽ. ഇനി എന്താണ് അബ്ദുള്ള ബാസിൽ ഇവിടെ കാണിച്ച കൃത്രിമം? എന്താണ് ജബ്ബാർ മാഷ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അബ്ദുള്ള ബാസിലെ കുറിച്ചാണോ? അല്ലെങ്കിൽ ഡയലോഗ് എന്നതിനെ കുറിച്ച് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ജബ്ബാർ മാഷെ കുറിച്ചാണോ? സോറി, പിന്നെ നമ്മുടെ UA ടീമിനെ കുറിച്ചാണോ? ആരെ കുറിച്ചാണ്? എന്തായിരുന്നു സംസാരിച്ചത്? എന്തായിരുന്നു വിഷയം? നമ്മൾ കേൾക്കുക. എന്തിനാ ഇവൻ ഇത് തെറ്റിദ്ധരിപ്പിച്ച് കട്ട് ചെയ്ത് എടുത്തത്? അതും ഞാൻ പറഞ്ഞു. ഈ ഡയലോഗ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലെ മതമൗലികവാദ രംഗത്ത് ഏറ്റവും വൃത്തികെട്ട വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മുജാഹിദിലെ ഒരുപാട് കഷ്ണങ്ങളായി മുറിഞ്ഞു പോയ മുജാഹിദിലെ വിസ്ഡം എന്ന് പേരുള്ള ആ പേരും ആ സാധനവും തമ്മിലുള്ള ബന്ധമൊക്കെ വലിയൊരു കോമഡിയാണ്. ആ മുജാഹിദ് വിഭാഗക്കാരാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നിട്ട് ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡയലോഗുകാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മളെയൊക്കെയാണ്. എന്നാൽ ഡയലോഗിന് വിളിച്ചാൽ, നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവർ നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നത് പോലെ മാളത്തിലേക്ക് ഒളിക്കും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഡയലോഗും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തും. ഇപ്പോൾ ഇന്നലെ ഒരു വെല്ലുവിളി ലിയാഖത്തിൻ്റെ ചാനലിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനും ആ വെല്ലുവിളി കണ്ടിരുന്നു. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇനി ഏകദേശം ഈ പണി നിർത്താമെന്ന്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എത്രയോ ഇരട്ടി ഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ഇവർ തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയും MM അക്ബറും TK അഷ്റഫും വിസ്ഡം മൂല്യന്മാരും ഒക്കെ നമ്മളുടെ പണി യഥാർത്ഥത്തിൽ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാരെ കുറിച്ചാ പറഞ്ഞത്, എന്താ പറഞ്ഞത്, എന്തിനെ കുറിച്ചാ പറഞ്ഞത് എന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? മുജാഹിദ് ബാലുശ്ശേരി ഈ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിയെ കുറിച്ചും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്ന ഉഡായിപ്പ് പരിപാടിയെ കുറിച്ചാണ് ജബ്ബാർ മാഷ് പറഞ്ഞത്. എന്തിനാ അത് ബാസിൽ കട്ട് ചെയ്തത്? വിസ്ഡത്തിനെയും മുജാഹിദ് ബാലുശ്ശേരിനെയും രക്ഷിക്കണമെങ്കിൽ സ്വയം ചാവേറാകാൻ വേണ്ടി മുന്നിക്ക് ചാടി നിന്നിട്ട് ഇതിനെ കുറിച്ചാണ് ഞാൻ റെഡിയാണ് മാഷേ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെ? ഇത് കേട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടോ മാഷ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്? അപ്പൊ ഇത് ഇവൻ ഞെട്ടിപ്പോകുന്നത്, പിന്നെ ഇവർ അത്ഭുതം കൂറുന്നത്, ഇവർ എക്സ്പ്രഷൻ ഇടുന്നത് ഒക്കെ ശുദ്ധ കാപട്യമാണ്, അഭിനയമാണ്. ബാസിൽ ഇത് കേട്ടിട്ട് മനസ്സിലായില്ലേ ഏത് ഡയലോഗിനെ കുറിച്ചാണ്? ഡയലോഗ് എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഗതികെട്ട, നിലവാരമില്ലാത്ത, വർഗീയത മാത്രം പേറുന്ന, അങ്ങേ അറ്റത്തെ എന്താ പറയാ മലീമസമായിട്ടുള്ള ചിന്തകൾ മാത്രം പൊതുസമൂഹത്തിലേക്ക് വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്തിരിപ്പൻ സംഘടനയായിട്ടുള്ള, അവരുടെ ആശയത്തിന് ചേരാത്ത ഒരു പേരും സ്വീകരിച്ചുകൊണ്ട് വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ തെരുവീതികളിൽ മതവിമർശകർക്ക് മറുപടി എന്ന പേരിൽ എന്ന നാട്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടിയെ കുറിച്ചാണ് ജബ്ബാർ മാഷ് പറഞ്ഞത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരെടുത്ത മൂല്യന്മാരുടെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് മാഷി കാര്യം പറയുന്നത്. അപ്പൊ അത് പോട്ടെ. ഇനി എന്താണ് അബ്ദുള്ള ബാസിൽ ചെയ്യുന്നതെന്ന് അറിയൂ? അബ്ദുള്ള ബാസിൽ ഇനി ചെയ്യാൻ പോകുന്നത്, ജബ്ബാർ മാഷ് 4 വർഷം മുൻപ് ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് പല ഗ്രൂപ്പുകളിൽ പോയി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽ കയറി സംസാരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ സ്വഭാവം അറിയാലോ. പല ബിലാലുമാരും നിരന്നിരുന്നിട്ടാണ് ഇവർ പല ഓൺലൈൻ, അതായത് ഏതെങ്കിലും ഒരാളെ വലിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കൂട്ടത്തിൽ ഇവരെ കിട്ടിക്കഴിഞ്ഞാല് നമ്മളെ ചുറ്റും ഈ തീക്കൂട്ടത്തിന്റെ മുകളിൽ ആളെ ഇരയെ കോർത്തിട്ടിട്ട് ചുറ്റും നിന്നിട്ട് പൂ വിളിക്കുന്ന കലാപരിപാടിയാണ് ഇവരുടെ. അല്ലാതെ മാന്യമായിട്ടുള്ള ഒരു സംവാദമോ സംസാരമോ ഒന്നും ഇവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം ചർച്ചകൾ എവിടെ വെച്ച് നടത്തിയാലും അവിടെ എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുക നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ ക്ലബ് ഹൗസിൽ ജബ്ബാർ മാഷ് ചെന്ന് മര്യാദക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുമായിരിക്കും, ഇവരൊക്കെ മാന്യന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ജബ്ബാർ മാഷ് പോയി അക്കിടി പറ്റിയ ഒരു വിഷയത്തിൽ അന്ന് ഇവർ ജബ്ബാർ മാഷിന്റെ ഓഫ്ലൈൻ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു പോലും. അതാണ് ഇയാൾക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ജബ്ബാർ മാഷ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതും നിലവിൽ വെല്ലുവിളി പെൻഡിങ് ഉള്ളതും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ മാളത്തിൽ ഒളിച്ചതും പിന്നീട് പുറകെ കൂടി നമ്മൾ പിന്നാലെ കൂടിയപ്പം ഞങ്ങൾക്ക് ഇത്തിരി കൂടി സമയം വേണം, ശ്വാസം എടുക്കാൻ സമയം കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതും ഒന്നും ബാസിലിന് ഇപ്പോൾ ഓർമ്മയില്ല. ബാസിലിന് ഇപ്പോൾ ഓർമ്മയുള്ളത് 4 കൊല്ലം മുമ്പത്തെ ക്ലബ് ഹൗസ് ആണ്. എന്നിട്ട് ബാസിൽ അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. 4-5 കൊല്ലം മുമ്പത്തെ ആൾക്കാർക്ക് ഓർത്തെടുക്കാൻ പാടായിരിക്കുമല്ലോ. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു കഥാപ്രസംഗം ഉണ്ടാക്കുകയാണ് ബാസിൽ പിന്നെ ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗം ഈ പറയുന്ന കൂട്ടരുണ്ടല്ലോ നമ്മളെ വിസ്ഡം, ഇവര്
അവിടെയും ഇവിടെയൊക്കെ ഡയലോഗ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നു. ആ ഡയലോഗിൽ ഏറ്റവും അവസാനം അവർ നടത്തിയ ഒരു ഡയലോഗ് നാദാപുരത്ത് കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ഒരു ഡയലോഗിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് ഇസ്ലാം യുക്തിയുടെ മതം. ഇസ്ലാം യുക്തിയുടെ മതം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തിട്ടാണ് യുക്തിവാദികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഈ പരിപാടി നടത്തിയത്. അതിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് ആദ്യം വീഡിയോ ഇട്ടത് നമ്മളെ TK അഷ്റഫാണ്, ഇതിൻ്റെ ജനറൽ സെക്രട്ടറി. അങ്ങേര് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇസ്ലാം യുക്തിയുടെ മതം എന്നല്ല, യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ്റെ യുക്തി കൊണ്ട് ഇസ്ലാമിനെ പരിശോധിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരികയും നമുക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. എന്നിട്ട് ആ സെമിനാറിൽ ഈ ടൈറ്റിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സമീർ മദീനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതൻ ഒരു 25 മിനിറ്റ് പ്രസംഗം നടത്തി. ആ 25 മിനിറ്റ് പ്രസംഗത്തിൽ അങ്ങേര് 25-ലേറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് ഞാൻ അതിന് 10ഓളം വീഡിയോകളിൽ മറുപടി പറഞ്ഞു. ഓരോ സെന്റൻസിന് ഓരോ വീഡിയോ വെച്ച് മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ 25 മിനിറ്റ് പ്രഭാഷണത്തിന് എൻ്റെ ഒരു 6-7 മണിക്കൂർ നീണ്ട മറുപടികൾ എൻ്റെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തു. ഇന്ന് വരെ ഒരു വിസ്ഡം മുജാഹിദുകാരനോ അവരുടെ കുട്ടി ദേവക്കാരോ ആരും തന്നെ MM അക്ബറിന് അന്ന് ഞാൻ പറഞ്ഞ മറുപടിയെക്കുറിച്ചോ ഇവരിവിടെ നടത്തിയ പരിപാടിക്ക് പറഞ്ഞ മറുപടിയെക്കുറിച്ചോ ഒരക്ഷരം എവിടെയും മിണ്ടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും വെല്ലുവിളി നടക്കുന്നുണ്ട്. അവസാനത്തെ വെല്ലുവിളിയായിരുന്നു നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ലിയാഖത്ത് പറയും. അതായത് ജബ്ബാർ മാഷ് പരിപാടിയുടെ പേര്, വിഷയം അവതരിപ്പിച്ച ആള്, വിഷയത്തിലേക്ക് ക്ഷണിച്ച ആളുടെ പേര്, വിഷയാവതരണത്തിന്റെ ടൈറ്റിൽ ഉൾപ്പെടെ സകലതും പറഞ്ഞു. അതിന് മറുപടി കൊടുത്ത കാര്യം, അതിനോട് മിണ്ടാതെ നിൽക്കുന്ന കാര്യം. ഇവർ തെരുവിൽ പറയുന്ന ഈ ബഡായിക്ക് മറുപടിയായിട്ട് നമ്മൾ പറഞ്ഞ വീഡിയോകളിൽ ഏതിനെങ്കിലും ഒന്നിന് ഇവർ വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി പറയണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ ഫസ്റ്റ് ഡയലോഗിൽ ഇവരുടെ കൂട്ടത്തിൽ ആകെ തലക്ക് വെളിവുള്ള അല്ലെങ്കിൽ എന്താ പറയുക സോറി ഒരിച്ചിരി കാര്യങ്ങൾ പറയാൻ കെൽപ്പുണ്ട് എന്ന് ഇവർ തന്നെ വിശ്വസിക്കുന്ന ഫൈസൽ മൗലവി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് ഞാൻ 3 മറുപടി ചെയ്തിട്ടുണ്ട്. അതായത് 3 കല്യാണങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ പരാമർശിച്ചു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊലിയരായിട്ടുള്ള റഫീഖ് സലഫി ബദർ യുദ്ധത്തെക്കുറിച്ച് ഞാൻ കളവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടുക്കിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ നിന്ന് 15 സെക്കൻഡ് അടർത്തിയെടുത്തിട്ട് ഒരു നുണ പടച്ചു വിട്ടു. ബാക്കിയും കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയ റഫീഖ് സലഫിക്ക് ഞാൻ മറുപടി കൊടുത്തതിനു ശേഷം പിന്നെ നിങ്ങൾ റഫീഖ് സലഫിനെ കണ്ടിട്ടുണ്ടോ? റഫീഖ് സലഫിയെ കുറിച്ചും അബ്ദുള്ള ബാസിലിനും പറഞ്ഞതിനെ കുറിച്ചും മുജാഹിദ് ബാലുശ്ശേരിക്കും MM അക്ബറിനും വേറെ നിരവധിയായിട്ടുള്ള ഈ മുജാഹിദ് പണ്ഡിതന്മാർക്ക് വിസ്ഡത്തിന്റെയും അല്ലാതെയും എത്ര വീഡിയോകൾ ഇവർ പറഞ്ഞ വീഡിയോകൾ തെളിവ് സഹിതം പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ട് ഇന്ന് വരെ ഒരെണ്ണത്തിന് മറുപടി ആയിട്ട് ഇവർ വന്നിട്ടുണ്ടോ? ഇവരാകെ മറുപടി പറയാൻ ശ്രമിച്ചത് ക്ലബ് ഹൗസ് ഇന്ന് ഉരുട്ടി കൂട്ടിയെടുത്ത ഒരു ഉറുമ്പും കൂടെ ഹദീസാണ്. പിന്നെ തോട്ടത്തിലെ ഹദീസുമായിട്ട് വന്നു. അത് ഇതേപോലെ വെട്ടി ഒട്ടിച്ച് കൃത്രിമം കാണിച്ച് ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്ന രീതിയിൽ ട്രോൾ വീഡിയോ ഉണ്ടാക്കല്ലാതെ ഒരു വിഷയത്തിൽ മറുപടി ആയിട്ട് വന്നോ? ഇല്ല. മുഹമ്മദ് നബിന്റെ കല്യാണ കാര്യത്തിൽ തോട്ടത്തിലെ കേസ് മാത്രം ചർച്ച ചെയ്യാൻ ആർജവമുണ്ടോ? ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരാൾക്ക് ആർജവമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു വെല്ലുവിളിച്ചില്ലേ? ഒരെണ്ണം തിരിഞ്ഞു നോക്കിയോ? ഇപ്പോഴും ഈ വെട്ടി ഒട്ടിച്ച ചെറിയ സാധനങ്ങൾ എടുത്തിട്ട് ആളുകളെ കബളിപ്പിക്കുന്ന കലാപരിപാടി അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കുക, വലിയ വായിൽ ബടായി പറഞ്ഞിട്ട് വരിക, സംഗതി പൊളിഞ്ഞ് കയ്യിലാവുമ്പോ അല്ലെങ്കിൽ സംവാദത്തിന് വരേണ്ടി വരും എന്ന ഘട്ടം വരുമ്പോ പെരിച്ചായി മാളത്ത് കയറുന്ന പോലെ എന്ന് പറഞ്ഞ ബാസിലിന് കൊണ്ടു. അതാ സംഭവിച്ചത്. അത് ഇന്നെ കുറിച്ചാണോ എന്ന് ബാസിലിന് അപ്പൊ തോന്നി. അതായത് എന്തൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ നേരെ സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറി വാതിലടച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ജബ്ബാർ മാഷിൽ പെരിച്ചായി മാളത്തിൽ ഒളിച്ച പോലെ എന്ന് പറഞ്ഞത് ബാസിലിന് തോന്നി. അത് ഇന്നെ കുറിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് ബാസിലിന് തോന്നി. അതാണ് സംഭവിച്ചത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് സംഭവിക്കും. ഇനി ബാസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെങ്ങനെ അല്ലാന്ന് സ്ഥാപിക്കാൻ ബാസിൽ കഷ്ടപ്പെടലുകൾ കണ്ടോളി. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലബ് ഹൗസ് കഥ ഓൻ വിശദീകരിക്കും, കേട്ടോളി. വർഗീയതയുടെ ഒരു തരിമ്പ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തില ഞാൻ ഇനി ഒരു അരമണിക്കൂറിലധികം പ്രസംഗിച്ചു. അതിലേക്ക് വരാം. ഇതായിരുന്നു കേട്ടോ മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി. അതിലേക്ക് ഞാൻ പറയുന്ന അറിവുള്ളവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ വർഗീയത പറയുന്ന ഒരു വാചകം എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഈ സ്റ്റേജിൽ നിങ്ങൾ ഖുർആനിന് സമർപ്പിച്ചാൽ ഞാൻ എന്റെ തല മുണ്ടനം ചെയ്ത് മട്ടന്നൂർ ടൗണിലൂടെ നടക്കും. ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. സംഘപരിവാരങ്ങൾക്ക് ഏറ്റെടുക്കാം, CPM ഏറ്റെടുക്കാം, ഇവിടുത്തെ ഇതര മതക്കാർക്ക് ഏറ്റെടുക്കാം, യുക്തിവാദികൾക്ക് ഏറ്റെടുക്കാം. വർഗീയതയുടെ ഒരു വാക്ക് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടെന്ന് 40 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കും. ഇതായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി കേട്ടോ. ഈ വെല്ലുവിളിയുടെ രസം എന്താ വെച്ചാല് ഇത് കാസർഗോഡോ കണ്ണൂരോ ഏതോ ഭാഗത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം. അപ്പം
ആർക്ക് വേണേൽ വെല്ലുവിളി ഏറ്റെടുക്കാം. യുക്തിവാദികൾക്ക് ഏറ്റെടുക്കാം, സംഘപരിവാരങ്ങൾക്ക് ഏറ്റെടുക്കാം, ഇതര മതവിശ്വാസികൾക്ക് ഏറ്റെടുക്കാം, ആർക്കും ഏറ്റെടുക്കാം. പക്ഷെ അയാൾ പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് 40 മിനിറ്റ് ആകുമ്പോഴത്തേന് ആ സ്റ്റേജിൽ കിട്ടണം. പിന്നെ നമ്മളൊക്കെ ഇവരുടെ പ്രസംഗം കേൾക്കാൻ നാട് നീളം നടക്കുകയാണല്ലോ. എന്നിട്ട് ഈ വീഡിയോ നമുക്ക് കിട്ടുന്നത് എന്താ? ഈ 40 മിനിറ്റും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടിയ മുറയ്ക്ക് തന്നെ നമ്മൾ അതേ ദിവസം തന്നെ മറുപടി ചെയ്തു, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്ന ബാസില് ഈ മുജാഹിദ് ബാലുശ്ശേരിനെയും അതുവഴി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും ഒന്ന് മറിഞ്ഞു പിടിക്കാൻ വേണ്ടി കവചം പോലെ നിൽക്കുകയാണ് ബാസിൽ. ആ പെരിച്ചായി എന്ന് പറഞ്ഞത് ഇന്നയാണ്, മാളത്തിൽ വിളിച്ചത് ഞാനാണ്, സംഘടന എന്ന് പറഞ്ഞാൽ UA ആണ് എന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മാതൃസംഘടനയെയും മുജാഹിദ് ബാലുശ്ശേരിയും ഫൈസൽ മൗലവിയും TK അഷ്റഫും തുടങ്ങിയിട്ടുള്ള മുഴുവൻ CP സലീം ഉൾപ്പെടെയുള്ള മുഴുവൻ ഇവരുടെ പണ്ഡിതന്മാരും കാണിക്കുന്ന കോപ്രായത്തെക്കുറിച്ച് മാഷ് പറഞ്ഞതിനെ ബാസിൽ സ്വന്തം തോളിലേറ്റ് എല്ലാം വിരിമാറ് കാണിച്ച് ഇത് ഇന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് കഥ മാറ്റി പിടിക്കാനുള്ള ശ്രമമാണ്. EA ജബ്ബാർ എന്ന് പറയുന്നത്, EA ജബ്ബാറിനെ നമ്മൾ നേർക്കുനേർ ഒരു വിഷയം വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എടുത്തിട്ട ഒരു വിഷയം, അദ്ദേഹം തന്നെ ക്ലബ് ഹൗസിലുള്ള കുറച്ച് ചർച്ചകളുടെ തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ എടുത്തിട്ടൊരു വിഷയത്തിൽ, എന്നാൽ ശരി നിങ്ങൾ പറയുന്നത് മഹാബദ്ധങ്ങളാണ്, നിങ്ങൾക്ക് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ നമ്മൾ സംവാദത്തിന് വിളിച്ചിട്ട് നേർക്കുനേർ ഇരുന്ന് നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം, സംവദിക്കാം, അത് വേണമെങ്കിൽ പൊതുവേദിയിലെങ്കിൽ പൊതുവേദിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഹാളിലെങ്കിൽ ഹാളിൽ, ആ രൂപത്തിൽ നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിളിച്ചിട്ട് എത്ര വർഷമായി എന്നറിയോ? അത്രയും വർഷങ്ങളായി ഒരു സംവാദത്തിന് വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളാണ് പറയുന്നത് മുസ്ലിങ്ങൾ അവർ ഡയലോഗുകൾക്ക് വിളിച്ചാൽ മാളത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ ഭാഗം ഇത് കുറച്ച് തപ്പിയിട്ടാണ് കിട്ടിയത്. ഒരു മിനിമം ഒരു 4 വർഷം പഴക്കമുണ്ടാവും ഈ വീഡിയോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സ്പെസിഫിക് ആയിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയെയും അവർ തെരുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്ന പരിപാടിയെയും അതിൽ വിഷയം അവതരിപ്പിച്ച പണ്ഡിതന്മാരുടെ പേരും മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരും TK അഷ്റഫിന്റെ പേരും ഉൾപ്പെടെ സകലതും പറഞ്ഞ ഒരു വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. 4 കൊല്ലം മുമ്പ് ക്ലബ് ഹൗസ് ഉസറും പൊളി ഉണ്ടോ ബാസിലേക്ക്? ഉണ്ടോ? ഈ ക്ലബ് ഹൗസിന്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്ലബ് ഹൗസിൽ നടക്കുന്ന കലപില ചർച്ചയില് സംസാരിച്ച ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇവര് 4 ആളും കൂടിയും അന്ന് ജബ്ബാർ മാഷെ വെല്ലുവിളിച്ചിരുന്നു. കഷ്ടപ്പെട്ടു തപ്പിയെടുത്ത് ഞാൻ കൊണ്ടുവന്നു സംവാദത്തിന് ജബ്ബാർ മാഷെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് സംവാദം നടക്കുന്നത്. ഏത് സംവാദം? നമ്മുടെ MM അക്ബറായിട്ടുള്ള സംവാദം. അത് കഴിഞ്ഞിട്ട് അയ്യൂബായിട്ടുള്ള സംവാദം നടന്നു. എന്നിട്ട് ഈ മാഷ് മുങ്ങി നടക്കുകയാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ വാസിലിടക്ക്? 4 കൊല്ലം മുമ്പ് ക്ലബ് ഹൗസിൽ നിന്നിട്ട് പൊടി തട്ടി എടുത്തോണ്ട് വന്ന ക്ലബ് ഹൗസിന്റെ ഒരു വീഡിയോയും പിന്നെ അബ്ദുള്ള ബാസിൽ മാളത്തിൽ കുത്തിയിരുന്ന് സ്റ്റുഡിയോന്റെ ഉള്ളിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് അബ്ദുള്ള ബാസിലെ കുറച്ച് ഭാഗം കേട്ടിട്ട് ഒരു കഥ മെനഞ്ഞുണ്ടാക്കുക, ഒരു നുണക്കഥ മെനഞ്ഞുണ്ടാക്കാൻ ഒരു ഉളുപ്പില്ലാത്ത ഒരാളായിട്ട് ബാസിൽ അതപ്പതിച്ചു. എന്തുകൊണ്ടാണ്? പറയുന്ന ആശയത്തെ വെല്ലുവിളിക്കുന്ന ഒച്ചയിൽ സ്റ്റേജിൽ വന്ന് സംവദിക്കാനുള്ള ആർജവം ഇല്ലാത്തതുകൊണ്ട്, കൊണ്ടു നടക്കുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, സ്വന്തത്തെക്കുറിച്ച് ആത്മാഭിമാന ബോധമില്ലാത്തതുകൊണ്ട് നുണ സൃഷ്ടിക്കാൻ മെനക്കെടാം. 4-5 കൊല്ലം മുമ്പുള്ള ക്ലബ് ഹൗസിൽ നിന്ന് 1 മിനിറ്റ് 1.5 മിനിറ്റ് വീഡിയോ ക്ലിപ്പ് കട്ടുമുറിച്ച് ഉണ്ടാക്കണമെങ്കിൽ ബാസിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കഷ്ടപ്പാടുകൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതെന്തിനു വേണ്ടിയിട്ടാ? മുജാഹിദ് ബാലുശ്ശേരിയുടെ പുതിയ വെല്ലുവിളിയും അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ വിമർശനവും പെരിച്ചാഴി മാളത്തിൽ ഒടിക്കുക എന്ന് പറഞ്ഞപ്പോ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് വാശി പിടിച്ച ബാസിൽ ആകെ കൂടെ ഹാലിളകി. പിന്നെ സ്ഥിരം കലാപരിപാടിയായിട്ട്, വെട്ടി ഒട്ടിക്കൽ കലാപരിപാടിയായിട്ട്, നുണ സൃഷ്ടിക്കൽ എന്ന കലാപരിപാടിയായിട്ട് അബ്ദുള്ള ബാസിൽ ഇറങ്ങി. പിന്നെ അങ്ങോട്ട് അതാണ് അവിടെ നടക്കുന്നത്. ഇനി ഞാന് ഇതേ സംഭവം ജബ്ബാർ മാഷ് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളിയെ മുൻനിർത്തിയിട്ട് ഞാൻ അതിനകത്ത് കുറച്ചപ്പുറത്ത് ഒരു 1.5 മിനിറ്റിന്റെ ഉള്ളിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അത് ബാസിൽ കേട്ട് ഭാവം പോലും നടിക്കുന്നില്ല. അതെന്താണ്? അതാരാണ് മാളത്തിൽ ഒളിക്കുന്നത്, ആരാണ് കാപട്യം കാണിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം കൂടി നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ പലരും കേട്ടതായിരിക്കും. ഒന്നെങ്കിലും മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളിക്ക് ഇന്നലെ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡയലോഗുകളുടെ അനുഭവത്തിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരിക്ക് അമളി മനസ്സിലായതുകൊണ്ടാണോന്നറിയില്ല, ഒറ്റ വായിലൊരൊറ്റ വെല്ലുവിളിയാണ്. അത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ ഇനി ഒരു അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് വർഗീയത പറയുന്ന ഒരു വാക്ക് അയാളെ പ്രസംഗം കഴിയുന്നതിൻ്റെ മുമ്പ് മട്ടന്നൂർ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ അതെവിടെയാണ് പ്രസംഗിക്കുന്നത്? ഇവരുടെ പരിപാടിയിൽ. വെല്ലുവിളി സ്റ്റേജിൻ്റെ മുകളിൽ, അരമണിക്കൂറിന് മുമ്പ് സാധനം അവിടെ എത്തിക്കണം. എന്നിട്ട് ഈ വീഡിയോ നമ്മൾ കാണുന്നത് പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ.
ഈ ജാതി വെല്ലുവിളിയാണ്. അപ്പോൾ ഖുർആനിലുള്ള വെല്ലുവിളി, അല്ലെങ്കിൽ ഇങ്ങനെ വെല്ലുവിളിച്ചാൽ പുറത്തോട്ട് പോയാൽ അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അരമണിക്കൂറിന് മുമ്പിൽ ഇപ്പം തന്നെ സ്റ്റേജിന്മേ എന്നൊക്കെ പറയുന്നത്. ഖുർആൻ വർഗീയമാണോ അല്ലെങ്കിൽ ഖുർആനിൽ വർഗീയമായിട്ടുള്ള ആയത്തുകളുണ്ടോ എന്ന് പൊതുവായിട്ടുള്ള ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പണ്ട് ജബ്ബാർ മാഷിനെ കഴുത്തിൽ കയറിട്ട് കുരുക്കി നിങ്ങളൊന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ച മഹാനാണ് മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരിനോട് നമ്മൾ ചോദിക്കുന്നത് അങ്ങനത്തെ വർത്താനമൊന്നുമില്ല. നിങ്ങൾ മാനമര്യാദയായിട്ട് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഒന്നല്ല ഒരു 9 എണ്ണം ഞാൻ അപ്പം എടുത്ത് കൈ തരാം, 90 എണ്ണം വേണമെങ്കിൽ തരാം. പക്ഷേ ഒരു സംഭവത്തിൽ അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. 9 എണ്ണം റെഡി മണി വന്ന് കയറിയാൽ ആദ്യത്തെ 10 മിനിറ്റ് തരാം എന്ന് മാത്രമല്ല, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം തന്നെ വർഗീയതയിൽ ഉരുത്തിരിഞ്ഞ് വർഗീയതയിൽ വികസിച്ച് വർഗീയത കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു വർഗീയ പ്രത്യയശാസ്ത്രമാണ്. ഇനി അതിൽ നിന്ന് വേറെ വർഗീയത തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തമാശയാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ മറുപടി. ഇത് ബാസിൽ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വീഡിയോ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ജബ്ബാർ മാഷും ഞാനും കൂടി ഇരിക്കുന്ന ഒരു ഫ്രെയിമിൽ ജബ്ബാർ മാഷെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ മാഷ് ഇവർക്കൊന്നും മറുപടി പറയാൻ സമയം മെനക്കെടുത്തൂല എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഈ കസർത്ത് കാണിക്കുക. എന്നാ പിന്നെ ജബ്ബാർ മാഷിന്റെ ഫോട്ടോ മാത്രം വീഡിയോ മാത്രം കേൾപ്പിച്ചാൽ പോരാ. അപ്പൊ ലിയാക്കത്തോടെ വേണം ചുമരില്. എന്നിട്ട് ഞാൻ പറഞ്ഞ വീഡിയോകൾ ബാസിലിന്റെ പേരെടുത്ത് അതേ വേദിയിൽ ഞാൻ ഉദ്ധരിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച വാദങ്ങൾ, ആക്ഷേപങ്ങൾ, അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അതിനൊന്നും മറുപടിയില്ല. അപ്പൊ എന്റെ ചിത്രം കണ്ടിട്ടും എന്റെ ഫോട്ടോ നോക്കി ചീത്ത വിളിച്ചിട്ടൊക്കെ നിർവൃതി അടയേണ്ട ഗതികേടിലേക്ക് അബ്ദുള്ള ബാസിൽ എത്തിപ്പോയി എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞ ഞാൻ അല്പത്തരം അറിയാന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം വരെ ഗതികേട്. ഇതിനെ തുടർന്ന് ഞാൻ അവിടെ അബ്ദുള്ള ബാസിലിനെ തന്നെയും പേരെടുത്ത് പറഞ്ഞ പരാമർശം അവിടെ തന്നെ ഉണ്ട്. ആ വീഡിയോയിൽ 1.5 മിനിറ്റിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ കേട്ടോളി. വാസ്തവത്തിൽ ഇസ്ലാം മത വിമർശകർ മറുപടി പറയുമ്പോൾ അവരുടെ മറുപടികൾക്ക് അവരോട് നേരിട്ട് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ അനുയായികളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഡയലോഗ് ഞങ്ങൾ മറുപടിയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡയലോഗ് 1 എന്ന് പറഞ്ഞ പരിപാടി ഇറങ്ങി. അതിൽ ഏകദേശം 12ഓളം വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തു എന്നാണ്. അതിൽ എന്നെ ഏറ്റവും ഹഠാത് ആകർഷിച്ചത് അവരുടെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഫൈസൽ മൗലവി മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അതിൻ്റെ മുനയൊടിക്കുന്നു എന്ന് പറഞ്ഞാണ് സംഗതി ചെയ്തത്. വാസ്തവത്തിൽ മുഹമ്മദ് നബിയുടെ ആത്മാഭിമാനത്തിൻ്റെ പിച്ചി ചീന്തലാണ് അവിടെ നടന്നത്. മുഹമ്മദ് നബിയെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ ഏതൊക്കെ ആയത്തും ഖുർആനും ഹദീസും ഉണ്ടോ അതിൻ്റെയൊക്കെ റെഫറൻസ് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് ആ വിമർശനം. ആ വിമർശനത്തിന് അന്ന് ഒരു 3-4 എണ്ണത്തിന് ഞാൻ ഈ പറഞ്ഞ മാതിരി റിയാക്ട് ചെയ്തു. ഇതുവരെ ഒരു മറുപടിയില്ല. അപ്പോൾ അവരുടെ ഡയലോഗുകൾ എന്ന് പറയുന്നത് ഇവരുടെ പരിപാടി, അവരുടെ ആൾക്കാർ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടതെന്നുള്ള തരത്തിലുള്ള ചോദ്യം, പിന്നെ അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള മറുപടി. അതിനിടയിൽ ആ ഡയലോഗിൻ്റെ ഒരാവേശത്തിലാണ് മുർത്തദ്ദുകളുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട്, മതം വിട്ടവരുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത്. അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എണ്ണിയപ്പം ഏകദേശം ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 60 തവണ ഞാൻ ലിസ്റ്റ് ചെയ്തു. അതിനൊക്കെ മറുപടി കൊടുത്തു. അതിലാണ് പിന്നെ അടിമത്തം എന്നൊരു വിഷയം പ്രത്യേകമായിട്ട് ഉരുത്തിരിഞ്ഞു വരികയും അതൊരു സംവാദത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും അവിടെയാണ് വളരെ വിഖ്യാതമായ അബ്ദുള്ള ബാസിലിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. സംവാദത്തിന് വരുമോ എന്നുള്ള റിക്വസ്റ്റ് എന്നല്ല പറഞ്ഞത്. നാട്ടിലുണ്ടെങ്കിൽ പറഞ്ഞ കാര്യത്തിന് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. ആ വീഡിയോ കേട്ടില്ലേ നിങ്ങളൊക്കെ? അന്ന് ആ വീഡിയോ കേട്ടിട്ട് അപ്പാണ് കയറിയതാണ് ആ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക്. മലപ്പുറത്ത് എന്താണ് ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവരുടെ, പുളിക്കല സ്റ്റുഡിയോനകത്ത്. അപ്പം തന്നെ ടി കെ അഷ്റഫ്, ഇനി എങ്ങാനും കുട്ടികൾ അബദ്ധത്തിൽ സംവാദത്തിന് എങ്ങാനും പോയി ചാടിയാലോ എന്ന് വിചാരിച്ച അപ്പം തന്നെ ടി കെ അഷ്റഫ് വിസ്ഡത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണേ, കയ്യിൽ നിന്ന് പോയാൽ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഈ കുട്ടികൾ അവിവേകമൊന്നും കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പുള്ളി അപ്പം തന്നെ ഫത്വ ഇറക്കി. ഇങ്ങനെ മതവിമർശകരുടെ അവരുമായിട്ട് സംവാദത്തിന് പോയാൽ 2 മണിക്കൂർ നമ്മൾ സംസാരിച്ചാൽ 2 മണിക്കൂർ അവരും സംസാരിക്കും. അങ്ങനെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വിശ്വാസികൾ മുഴുവൻ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ 10 ആളെ ഇങ്ങോട്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നടക്കണം നമ്മൾ. അതിന് പകരം ഒരാൾ ഈമാൻ തെറ്റി അങ്ങോട്ട് പോയാൽ അതായിരിക്കും വലിയ പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ ബേസ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇത്തരം സംവാദങ്ങൾക്ക് പോകരുത് എന്ന് തിട്ടൂരമിറക്കി അന്ന് ഇരുന്നതാണ് ബാസിൽ സ്റ്റുഡിയോനകത്ത്. പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ ബാസിലെ എൻ്റെ ഒരു കഥ ആലോചിച്ചേ. നമ്മളൊരു സ്നേഹത്തിന്റെ പറയട്ടോ എൻ്റെ എന്നൊക്കെ. എന്താ പറ്റ കഥ? ഇതൊക്കെ കേട്ടിട്ട് ബാസിൽ 4 കൊല്ലം മുമ്പത്തെ ക്ലബ് ഹൗസിൽ എന്തോ നടന്നു എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവുണ്ടാക്കാൻ പോയ ബാസിലെ അനക്ക് ബേസ് ഇല്ല എന്നാണ് ടി കെ അഷ്റഫ് പറഞ്ഞെങ്കിൽ അഷ്റഫ് സാഹിബിനെ കുറ്റം പറയാൻ പറ്റും?
അഷ്റഫ് സാഹിബുള്ള കാര്യം പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഇത്രയും പേരെടുത്ത് സ്പെസിഫിക് ആയിട്ട് അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തിയെ പരാമർശിച്ച്, സംഘടനയെ പരാമർശിച്ച്, അവരുടെ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലവും പരാമർശിച്ച് ഞാൻ നടത്തിയിട്ടുള്ള വീഡിയോ അതിനകത്തുണ്ട്. അത് കണ്ടിട്ടില്ല എന്നല്ല, മുണ്ടിയിട്ടില്ല. മുണ്ടണ്ട ഓ എന്റെ ബാസിലെ, എന്നാലും എന്റെ ബാസിലെ ഇറക്കി ഗതി വന്നല്ലോ. ബാസിൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് വെല്ലുവിളിച്ചിട്ട് മുങ്ങി നടക്കുന്നത് ആരാണ്? നമുക്കൊന്ന് ഇപ്പൊ എന്താണ് ഈ ബാസിൽ ഞാനുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം എന്താന്ന് അറിയാത്ത ആൾക്കാർ, പുതിയതായിട്ട് ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി, എന്താണ് ഈ സംഭവം നിങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങൾക്ക് ബാസിലിന്റെ ഒരു പഴയ വെല്ലുവിളി ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ. ആയിക്കോട്ടെ, ഒരാൾ എന്തായാലും നിർബന്ധമായി ഞങ്ങളുടെ സംവാദത്തിന് വിളിച്ചാൽ നിർബന്ധമായി വന്നിരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കാറില്ല. ഇത് വിളിച്ചിട്ട് 4-5 വർഷമായി നമ്മൾ ഇങ്ങനെ എല്ലാ സമയത്തും ഇതിങ്ങനെ ആവർത്തിക്കാറൊന്നുമില്ല. അതെന്താ വെച്ചാൽ അത് സംവാദത്തിന് വിളിക്കുക എന്നുള്ളത് നമ്മൾ ഒരു സന്നദ്ധത അറിയിക്കാനാണ്. അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. അതല്ലാതെ ഇതിങ്ങനെ നിരന്തരം എല്ലാ തവണയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മാന്യമായൊരു സമീപനമല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിങ്ങനെ ആവർത്തിക്കാത്തത്. ഈ മറ്റേ ടീമൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സംവാദമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആ വിഷയത്തിൽ 2, 3, 4 ആഴ്ചകൾ ഇങ്ങനെ ലൈവ് ചെയ്യുക, അതൊന്നും ഒരു ശരിയായ രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. സന്നദ്ധതകൾ ഉണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യട്ടെ, സംവാദം നടക്കട്ടെ. ഈ മറ്റേ ടീം പറഞ്ഞ ആരാ? ഞാനാണേ, എന്നെ കുറിച്ചാണേ. ഒരു വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ച് മുങ്ങിയ ബാസിലെ പുറത്തു വരൂ, മകനെ തിരിച്ചു വരൂ, സ്റ്റുഡിയോന്റെ വാതിൽ തുറക്കൂ, പുറത്തിറങ്ങൂ. ഇനി ആൾക്കൂട്ടം കാണുന്നത് പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചിട്ട മുറിയിലാകാം, ആ പുളിക്കല സ്റ്റുഡിയോ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞപ്പോ അതിന് തയ്യാറാവാതെ ഒളിച്ചിരിക്കുന്ന ബാസിൽ പറയാണ്, അങ്ങനെ പിന്നാലെ കൂടി വിളിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഞങ്ങൾ 4-5 കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ. മറ്റേ ടീം, അതായത് നമ്മള് സംവാദത്തിന് വിളിച്ചിട്ട് നിർത്തല്ല, നമ്മളിങ്ങനെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. എന്തൊരു നിലവിളിയാണ് ബാസിലെ. നിന്നെ വെല്ലുവിളിയല്ലേ ബാസിലെ, അത് ഏറ്റെടുത്ത് ഞാൻ മുന്നിൽ വന്ന് നിൽക്കല്ലേ. അപ്പൊ നീ സ്റ്റുഡിയോനെ വിളിക്കൊരു വാതിലടച്ചിരുന്ന ഞാൻ പിന്നെ മുട്ടി വിളിക്കൂലേ, ഇറങ്ങി വാ ബാസിലെ, പൊന്നാര ബാസിലെ, ഇറങ്ങി വാ ബാസിലെ. എന്തൊക്കെ ജാതി വെല്ലുവിളിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താണ്? വെല്ലുവിളിച്ചിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെന്നാൽ നമ്മൾ പിന്നെയും വിളിക്കാൻ പാടില്ല, ഞാനൊന്ന് സ്റ്റുഡിയോന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഒന്നും മനസമാധാനത്തിൽ കുത്തിരുന്നോട്ടെ എന്നാ. എന്താ ബാസിലെ ഇടക്ക് ബാക്കി സംവാദമാണ്, 2 ഭാഗത്തും വാദം വേണം. ശ്രദ്ധിച്ച് കേൾക്കണം, ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. ഈ ബാസില് പറ്റിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ കൂടി കേട്ടോളിട്ടാ. 22/11/2024 കൃത്യമായി പറഞ്ഞാൽ 1 കൊല്ലം മുമ്പ്, 1 കൊല്ലവും 1/2 മാസവും മുൻപ് 22/11/2024 ബാസിലിൻ്റെതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നുള്ള ഒരു ശകലമാണിത്. അവര് തന്നെ കട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച വീഡിയോ ശകലം. ഇത് കേട്ടോളൂ. അല്ലെ, അപ്പൊ എന്ത് വെച്ചിട്ടാ നിങ്ങൾ അടിമത്തം അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന അടിമത്തം തെറ്റാണെന്ന് പറയുന്നത്? ആധുനിക കാലത്തുള്ള മൂല്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ? അല്ലേ ചങ്ങായിമാരെ, അല്ലേ? ആധുനിക കാലത്തുള്ള മൂല്യങ്ങളുമായി ഇസ്ലാമിലെ നിയമങ്ങൾ യോജിക്കുന്നില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ടൈറ്റിൽ ഇട്ടത്. ഇസ്ലാമിലും ആധുനികതയിലും, ആധുനിക കാലത്തുള്ളതും ഇസ്ലാമുള്ളതും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, രണ്ടിലെയും നിയമങ്ങൾ പരിശോധിച്ച് നോക്കാം. തയ്യാറുണ്ടെങ്കിൽ വരിക, പറ്റൂല എന്നുണ്ടെങ്കിൽ അത് പറയാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ധൈര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് വന്നാൽ മതി. നിങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാങ്ങാൻ പറഞ്ഞത്. അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ധൈര്യമുണ്ട്, ഉറപ്പുണ്ട്. സംവാദം ഉടൻ എന്ന് പറഞ്ഞിട്ട് 23-ാം തീയതി പിറ്റേ ദിവസം ഞാൻ ബാസിലിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു. ബാസിലും ഞാൻ ബാസിലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും സംവാദത്തിന് സന്നദ്ധത അറിയിക്കുകയും ബാസിൽ പറഞ്ഞ വിഷയത്തിൽ തന്നെ സംവാദം നടത്താം എന്ന് പറയുകയും സംവാദത്തിന് സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം ഉടൻ എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുകയും ഈ പോസ്റ്ററിന് പകരം വീട്ടിയതാണ് ഞാൻ അറിയാതെ ഒരു സംവാദ നാടകം നടത്തിയില്ലേ, ബാസിലിന്റെ സമ്മതമല്ലാതെ സംവാദം ഉടൻ എന്ന് ഞാൻ ഈ പോസ്റ്റർ തയ്യാറാക്കി എന്നതാണ് അവര് ആ വൃത്തികേട് കാണിച്ചതിന് അവർ ന്യായം പറഞ്ഞത്. അവര് സംവാദത്തിന് നട്ടലുണ്ടെങ്കിൽ വാ എന്ന് പറയുമ്പോൾ നമ്മൾ സംവാദത്തിനുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കുമ്പോൾ ഞാനും ബാസിൽ നിൽക്കുന്ന ഫോട്ടോയിൽ വെക്കുക. ബാസിലിന്റെ വെല്ലുവിളി നട്ടലുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ്, ഉറപ്പുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ്, എന്തുറപ്പ്? എല്ലാ ഉറപ്പോടുകൂടി സംവാദം ഏറ്റെടുത്തു, വിഷയം അതിനകത്ത് എഴുതി, ഡേറ്റും സ്ഥലവും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് തംബ്നെയിൽ എഴുതി നമ്മൾ വീഡിയോ ചെയ്തു. പിറ്റേ ദിവസം 23-ാം തീയതി, മനസ്സിലായോ? എന്നിട്ട് 24-ാം തീയതി മനസ്സോടെയാണെങ്കിലും സംവാദം നടക്കും എന്ന പ്രതീതി വരുത്തിക്കൊണ്ട് ഇവരുടെ അൺമാസ്കിംഗ് അനോമലീസ് എന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. അടിമത്തം സംവാദത്തിലേക്ക്, അതായത് അബ്ദുള്ള ബാസിൽ വെല്ലുവിളിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഇതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അബ്ദുള്ള ബാസിലിന്റെ നേതൃത്വത്തിൽ അബ്ദുള്ള ബാസിലിന്റെ സ്റ്റുഡിയോയിൽ UA ടീം വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം 24-ാം തീയതി അടിമത്തം സംവാദത്തിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ആ വീഡിയോന്റെ ഭാഗം നിങ്ങൾ കണ്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അൺമാസ്കിംഗ് അനോമലീസും കേരളത്തിലെ ചില എമുക്കളും തമ്മിൽ ചർച്ചകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ചർച്ചകളിൽ പ്രധാനമായും വിഷയീഭവിക്കുന്നത് അടിമത്തം എന്ന വിഷയമാണ്. അടിമത്തത്തോടുള്ള ഇസ്ലാമിൻ്റെയും ആധുനികതയുടെയും സമീപനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെയും. ഈ ചർച്ചകൾ ഒരു വേള സംവാദത്തിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അത് വളരെ സന്തോഷകരമായ ഒരു ഫീലിൽ അവർ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ? പെട്ടുപോയി അളിയാ എന്ന മുഖഭാവത്തിലാണ് സംവാദത്തിലേക്ക് ഒരു വേള സംവാദത്തിലേക്ക് വരെ എത്തിയേക്കാം. അവർക്ക് ഉറപ്പില്ല കേട്ടോ. അവര് നാട്ടിലുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് നമ്മൾ അതിന് തയ്യാറാണെന്ന് പിറ്റേ ദിവസം തന്നെ അറിയിച്ചപ്പോ തൊട്ടടുത്ത ദിവസം അവർ പറയാണ് ഒരു വേള സംവാദത്തിൽ എത്തിയേക്കാം. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തോന്നടേ ഇത്? ഇങ്ങനെയാണോ നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെ മുഖഭാവം എങ്ങനെയാണോ ഇരിക്കേണ്ടത്? സ്റ്റുഡിയോന്റെ ഉള്ളിൽ ഒരു ചിൽന്ന് നിൽക്കണ്ടേ, ചാടി നിൽക്കണ്ടേ? എന്താ ഇത് കഥ? ആകെ ഒരു മ്ലാനത സ്റ്റുഡിയോക്ക് ആകെ പരന്നു. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ഞാൻ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തു. ആളുകൾ ചോദിക്കുക സംവാദ വെല്ലുവിളി ഏറ്റെടുത്തല്ലോ, പിന്നെ എന്തായി? അവസാനം അവരെഴുതിയ ഒരു കമന്റാണ് ഇവിടെ കാണുന്നത്. വെട്ടുകളിക്കൂട്ടത്തിന്റെ കമന്റുകൾ ഡിലീറ്റ് ചെയ്യും. സ്റ്റുഡിയോ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഓൺലൈനിലേക്ക് വാ. എന്തൊരു കഷ്ടമാണ് ആലോചിച്ചത്. ഞാൻ എത്ര വീഡിയോകൾ അതിനുശേഷം ചെയ്തു. ഇതാണ് ബാസിൽ പറഞ്ഞത്, സംവാദത്തിന് വെല്ലുവിളിച്ചു എന്നും വിചാരിച്ചിട്ട് പിന്നെ പിന്നാലെ കൂടി ഉപദ്രവിക്കരുത്. ഒരു തവണ വെല്ലുവിളിച്ചു പോലെ ഉണ്ടെങ്കിൽ വരൂലേ, പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നും ശരിയല്ല, മര്യാദ അല്ല എന്ന് ബാസിൽ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തങ്ങളെ സ്ക്രീൻഷോട്ട് കണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു വെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മുങ്ങി നടക്കണമെന്ന് അങ്ങനെ നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന സമയത്താണ് കാര്യത്തിന്റെ ടെക്നിക്ക് പിടികിട്ടിയത്. എന്തായിരുന്നു സംഭവം? എന്തുകൊണ്ടാണ് പിന്നെ ഇവർ വലിയ വായിൽ വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് ചെന്നപ്പോ ഉടായ്പ് കാണിച്ച് കമന്റ് ഡിലീറ്റ് ചെയ്ത് മിണ്ടാതെ മാളത്തിലേക്ക് വലിഞ്ഞത് എന്നതിന്റെ കാരണം അധികം വൈകാതെ നമുക്ക് മനസ്സിലായി. ആ കാരണം എന്തായിരുന്നു? സംവാദത്തിന് പോകല്ലേ എന്ന് ഫത്വ ഇറക്കി ആര്? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി ആയ TK അഷ്റഫ് സാഹിബ് പറഞ്ഞു, ഇസ്ലാം മത വിമർശകരുമായിട്ട് സംവാദത്തിന് പോകരുതേ. അഷ്റഫ് എന്താ പറഞ്ഞത് കേട്ടോ? സംവാദമെങ്കിൽ 1.5 മണിക്കൂർ ഈ ടീമാണ് സംസാരിക്കാം. 1.5 മണിക്കൂർ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പൊ ഇതിന്റെ ശ്രോതാക്കള് മഹാഭൂരിപക്ഷം ഉണ്ടാകുക ഇങ്ങനത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ ഇതിന്റെ മുൻനിരയിൽ വരുമ്പോൾ അവരുടെ അനുയായികളായിരിക്കും മഹാഭൂരിപക്ഷം ഉണ്ടാകുക. അവർ ഇത്രയും കാലമായിട്ട് ഇത്തരം സംഗതികളൊന്നും ഇതിലുള്ള വീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്തരം ആളുകളുടെ ശ്രോതാക്കളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റാൻ വേണ്ടി യുക്തിവാദികൾ കാണിക്കുന്ന ചില കുതന്ത്രങ്ങളിൽ തലവെച്ച് കൊടുക്കുന്ന പരിപാടി എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ആളുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം. അപ്പോൾ ബേസ് ഇല്ലാത്ത ആളുകൾ ഇത്തരം കുതർക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളുടെ ഈമാൻ പഴച്ചു പോകാൻ തന്നെ ഇതായിരിക്കും കാരണം. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഓഡിയൻസ് ആയിട്ട് കിട്ടാനുള്ള അവരുടെ ഒരു തന്ത്രമാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അങ്ങനെ ഇവർ സാധാരണ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീമാണെന്നുള്ള രൂപത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ആശയങ്ങളാണോ തെറ്റായ ആശയങ്ങളാണോ കുതർക്കങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് മുസ്ലിം സമുദായത്തിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒഴുകി വരാൻ എന്ത് ചെയ്യും? കാരണമാകും. ഈ പോകാനുള്ള കാരണം എന്താ? ഇവരിതിൽ പങ്കെടുക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബേസ് ഇല്ലാത്ത ആളുകൾ ഇത്തരം കുതർക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളുടെ ഈമാൻ പഴച്ചു പോകാൻ തന്നെ ഇതായിരിക്കും കാരണം. നമ്മൾ ഇങ്ങോട്ട് കുറെ ആൾക്കാരെ കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. ഇവിടുന്ന് ഒരാളുടെ ഈമാൻ തെറ്റിങ്ങാണ്ട് അങ്ങോട്ട് പോകുന്നതാണ് എന്ത്? അതീവ ഗൗരവതരം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പേരിൽ ആർക്കെങ്കിലും ഈമാൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരെ മറുപടി പറയേണ്ടി വരും. തർക്കമൊന്നുമില്ല. ഇതുകൊണ്ടാണ് അവർ സംവാദത്തിന് വരുന്നത്. ഈ ലോജിക് അപ്ലൈ ചെയ്തിട്ട് അബ്ദുള്ള ബാസിൽ ഇപ്പോ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നും വരാനാണെന്നും നിങ്ങൾ വിചാരിക്കട്ടോ? എന്താ TK അഷ്റഫ് പറഞ്ഞത്? ഇസ്ലാം മത വിമർശകർ അങ്ങനെ എപ്പോഴും നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് എന്ന തരത്തിൽ നോർമലൈസ് ചെയ്താൽ ആളുകളുടെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് പോകരുത്. സംവാദത്തിന് പോയ ആൾക്കാർ ഈമാൻ പോകും. ഈമാൻ പോയ സംവാദത്തിന് പോകുന്ന ഒരു ഉത്തരവാദിയായിരിക്കും എന്ന TK അഷ്റഫിന്റെ നിലപാട് ഇപ്പോഴും അവിടെ നിലനിൽക്കെ അബ്ദുള്ള ബാസിൽ ഇപ്പൊ ജബ്ബാർ മാഷ് പരസ്യ സംവാദം ഓഫ്ലൈൻ ഡിബേറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ശുദ്ധമായ കാപട്യവും കളവുമാണ് അബ്ദുള്ള ബാസിൽ. അബ്ദുള്ള ബാസിലിന്റെ കയ്യിൽ ഉടായിപ്പും കളവും നുണയും ഈ പറയുന്ന കൃത്രിമവും അല്ലാത്ത ഒരു കുന്ത്രാണ്ടവുമില്ല. അബ്ദുള്ള ബാസിലിന് അതിനുള്ള ആർജവവുമില്ല. ഒരു ഇസ്ലാമിക വിഷയം, ഖുർആാനികമായിട്ടുള്ള ഒരു സബ്ജക്ട്, ഇസ്ലാമികമായ ഒരു വിഷയം, ഒരു ഇസ്ലാമിന്റെ സാമൂഹിക വിഷയം ചർച്ച ചെയ്ത് പൊതുമധ്യത്തിൽ ആളുകളോട് സംവദിക്കാനുള്ള ആർജവം അബ്ദുള്ള ബാസിലിന് ഇല്ല. അബ്ദുള്ള ബാസിൽ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു വരത്തേയില്ല. അബ്ദുള്ള ബാസിലിന് കഴിയില്ല. അതാണ് സത്യം. ആ കഴിവുകേട് മറച്ചു പിടിക്കാനും
അബ്ദുള്ള അബ്ബാസിലൊക്കെ പോയി സംവാദം നടത്തിയാൽ MM അക്ബർ ആഴക്കടലിൽ കിട്ടിയതിനേക്കാളും വലിയ പരിക്കായിരിക്കും ഇസ്ലാം ദീനിന് കിട്ടുക എന്ന തിരിച്ചറിവുള്ള ആളാണ് ടി കെ അഷ്റഫ്. എനിക്ക് തോന്നുന്നില്ല ടി കെ അഷ്റഫിന് ആ തിരിച്ചറിവുണ്ട് എന്ന്. ആ തിരിച്ചറിവ് വേറെ ആരോ പറഞ്ഞു കൊടുത്താണ്, അല്ലെങ്കിൽ സംഘടന മൊത്തത്തിൽ തീരുമാനിച്ചാണ് വേണ്ടാത്ത പണിക്ക് പോകേണ്ട. ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അഷ്റഫ് അഭിപ്രായം പറഞ്ഞു, ഫത്വ ഇറക്കിയത് മാത്രമേ ഉള്ളൂ. ഇക്കാരണം കൊണ്ട് പുറത്തിറങ്ങാതെ ഈ അഷ്റഫിന്റെ തിട്ടൂരം കാരണം പുറത്തിറങ്ങാതെ സ്റ്റുഡിയോക്കകത്ത് ഒളിച്ചിരിക്കുന്ന അബ്ദുള്ള അബ്ബാസിൽ ഇപ്പൊ ജബ്ബാർ മാഷിന്റെ ഫോട്ടോയും വെച്ചിട്ട് വീഡിയോ ഇറക്കുന്നതിന്റെ കുട്ടൻസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരെ പോലെയുള്ള ആളുകളെ അടുത്തറിയാവുന്നവർ അവരോടൊന്ന് ചെന്ന് ചോദിക്കണം, എന്തിനാണ് ഈ ഉടായ്പ കാണിക്കാൻ നിൽക്കുന്നത്? നിർത്തിക്കൂടെ ബാസിലേന്ന്. ഇനി നമ്മൾ ടി കെ അഷ്റഫിന്റെ ഈ തിട്ടൂരൊന്നും വകവെച്ചില്ല. നമ്മൾ അബ്ദുള്ള അബ്ബാസിനെ പിന്നെയും പുറകെ കൂടി വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു. അബ്ദുള്ള അബ്ബാസിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതാണ് അബ്ദുള്ള അബ്ബാസിൽ പറയുന്നത്. സംവാദത്തിന് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറകെ കൂടരുത്, സംവാദത്തിന് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, വരുന്നില്ലെങ്കിൽ വേണ്ട. അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, മോശമാണെന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാ? അബ്ദുള്ള അബ്ബാസിലിന്റെ ആ വെല്ലുവിളി ഇന്നും അബ്ദുള്ള അബ്ബാസിൽ അന്ന് ഉയർത്തിയ ആ വലിയ വായിലുള്ള വെല്ലുവിളി പിൻവലിക്കുന്ന കാലത്തോളം അബ്ദുള്ള അബ്ബാസിൽ ആ വെല്ലുവിളി ഉയർത്തുകയും അത് ഏറ്റെടുത്ത് സംവാദ സന്നദ്ധനായി ഞാൻ നിൽക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. അബ്ദുള്ള അബ്ബാസിൽ ഉയർത്തിയ വെല്ലുവിളി, അബ്ദുള്ള അബ്ബാസിൽ വെച്ച വിഷയം, അടിമത്ത വിഷയത്തിൽ 2 സംവാദം വേറെ നടന്നു. കാരണം ഇവർ ഈ കോപ്രായം കാണിക്കാനായിട്ട് വിശ്വാസികളിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ നാണക്കേടായിട്ട് വേറെ ഷമീർ എന്ന് പറയുന്ന ഒരാൾ ബലിയാടാവുമെന്ന്. അത് കഴിഞ്ഞിട്ടും അരിശം തീരാതെ രാഹുൽ ഈശ്വർ രംഗപ്രവേശം ചെയ്ത് ബാസിലിനെ രക്ഷിക്കാൻ നോക്കി. അതും കഴിഞ്ഞില്ല. രാഹുൽ ഈശ്വർ പാവം, അത് പോട്ടെ, അത് വേറെ കഥ. അതുകൊണ്ടും തീരാതെ. പക്ഷെ ഞാൻ പറയുന്നത് അബ്ദുള്ള അബ്ബാസിൽ മുന്നോട്ട് വെച്ച വെല്ലുവിളി അബ്ദുള്ള അബ്ബാസിൽ പിൻവലിക്കുന്നത് വരെ അബ്ദുള്ള അബ്ബാസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിൽക്കുകയും അബ്ദുള്ള അബ്ബാസ് സംവാദ പേടിയിൽ ഒളിച്ചു കളിക്കുകയും കാപട്യം കാണിക്കുകയും സ്റ്റുഡിയോക്കകത്ത് മാളത്തിനകത്ത് ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഭീരുവാണ് എന്ന് മാലോകരോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അബ്ദുള്ള അബ്ബാസിന്റെ സംവാദത്തിന് വിളിച്ചുകൊണ്ടേയിരിക്കും. അത് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഇച്ചിരി മോശമാണെന്ന് തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ സഹിച്ചു. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഉടായ്പ് ടീമിനോടാണ് പറയുന്നത്. ഉടായ്പിന്റെ അപ്പോസ്തലന്മാരാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ഥാനപ്പേരുകൾ എന്നെയും കൊണ്ട് നിങ്ങൾ ധരിപ്പിക്കരുത്. ഇനി ഇതൊക്കെ കഴിഞ്ഞു ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നേ. അവസാനം അവർ പറഞ്ഞു ഓൺലൈനേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ഇവരുടെ ഓൺലൈൻ ഇല്ല, ഡിബേറ്റ്. ഇപ്പൊ നേരത്തെ ജബ്ബാർ മാഷോട് എന്താ പറഞ്ഞത്? അവര് ഓഫ്ലൈനോ ടേബിൾ മീറ്റിങ്ങോ പരസ്യ സംവാദമോ എന്ത് വേണമെങ്കിലും ആവാന്നല്ലേ. നമ്മൾ ഓഫ്ലൈൻ സംവാദത്തിനാണ് വെല്ലുവിളി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് ആകെ ഇടങ്ങേറായി. വിശ്വാസികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ കമന്റിൽ തന്നെ അബ്ദുള്ള അബ്ബാസിലെ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്ന് അതിശയം കൂടുന്ന വിശ്വാസികൾ ഈ കമന്റ് ബോക്സിൽ കണ്ടു. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അബ്ദുള്ള അബ്ബാസിൽ വേറെ ഒരു നമ്പർ ഇറക്കി. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, അടുത്തടുത്ത് ഇരുന്നിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വരിക, നമുക്ക് സ്റ്റുഡിയോയിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സ്റ്റുഡിയോ എങ്കിൽ സ്റ്റുഡിയോ, ആൾക്കാരുടെ അടിക്ക് വരാം, പേടിയാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു അടച്ചിട്ട മുറിയിൽ ഒരു സ്റ്റുഡിയോ റൂമിൽ ചെയ്യാം. പക്ഷെ അതിനും അബ്ദുള്ള അബ്ബാസിൽ ആ പുളിക്കൽ സ്റ്റുഡിയോ എന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്കൊരു കോമൺ സ്റ്റുഡിയോ എടുക്കാം. 2 കൂട്ടർക്കും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം, ഓഡിയൻസിനെ നമുക്ക് ഒഴിവാക്കാം. ഇതിന്റെ സജ്ജീകരണങ്ങളായിട്ട് വരുന്ന ആളുകൾ മാത്രം ഇരുന്നുകൊണ്ട് അതിന്റെ മോഡറേറ്ററും സംവാദകരും സഹായികളും മാത്രമായിട്ട് ഒരു 10, 25, 20, 30 പേരിൽ താഴെയുള്ള ഒരു ചെറിയ ഒരു അടച്ചിട്ട ഒരു ഹാളിൽ, ഒരു മീറ്റിംഗ് റൂമിൽ, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഹാളിൽ നമുക്കത് ചെയ്യാം. അതൊരു കോമൺ വേദിയിൽ ചെയ്യാം. എന്റെ സ്റ്റുഡിയോയും വേണ്ട, ബാസിലിന്റെ സ്റ്റുഡിയോയും വേണ്ട, പുളിക്കല സ്റ്റുഡിയോ എന്ന് പുറത്തിറങ്ങി ബാസിലെ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ബാസിൽ ഈ ഓപ്ഷൻ വെച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ ആ ഓപ്ഷൻ സ്വീകരിച്ചു. അബ്ദുള്ള ബാസിലിനെ വിവരം അറിയിക്കാൻ വീഡിയോ ചെയ്തു. അതിലിങ്ങനെ ചോദ്യമായി പറച്ചിലായി. അപ്പൊ അബ്ദുള്ള ബാസിൽ അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കൊരു എഴുത്ത് തരീ എന്ന് പറഞ്ഞു. ഏത് നമ്മളെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മളൊരു കത്ത് കൊടുക്കണോന്ന്. കത്ത് കൊടുക്കാൻ ഒരു 4-5 ദിവസം വൈകി. അപ്പൊ പിടിച്ചതോ സംവാദത്തിന് വരാന്ന് പറഞ്ഞിട്ട് മുങ്ങി. ഓഫ്ലൈൻ ആണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുങ്ങി. ഇപ്പൊ ആളെ കാണാനല്ല, ലെറ്റർ തരാൻ പറഞ്ഞു, ആളെ കാണാനല്ല. നമുക്ക് വേറെ കച്ചവടം കലാപരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനിടയിൽ ഇവൻ ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വൈകി എന്നുള്ളത് സത്യമാണ്. ഒരാഴ്ച, 6-7 ദിവസം, 8 ദിവസമൊക്കെ ആയി. അപ്പത്തേക്ക് ആളുകൾക്ക് വോയിസ് ഇടാൻ തുടങ്ങി. അബ്ദുള്ള ബാസിൽ എന്ത് കണ്ടോ, ലിയാഖത്ത് ലെറ്റർ തരാൻ പറഞ്ഞപ്പോ അപ്പൊ പോയി. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ ലിയാഖത്തിനെ ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ അബ്ദുള്ള ബാസിലിനെ നേരിട്ട് വിളിച്ചു, ഫോണിൽ വിളിച്ചു, മെസ്സേജ് അയച്ചു. അബ്ദുള്ള ബാസിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം അബ്ദുള്ള ബാസിൽ എന്നോട് പറഞ്ഞതിന് പ്രകാരം ഈ എഴുത്ത് അവന് അബ്ദുള്ള ബാസിൽ എഴുതി കൊടുത്തു. ഞാൻ എന്റെ യൂട്യൂബിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഈ സാധനം പോസ്റ്റ് ചെയ്തു. ആ എഴുത്ത് എഴുതുന്നത് എന്നാണ്? അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഒരു മറുപടി ഇല്ലാതായി. ഞാൻ പിന്നെ മറുപടി പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ 1-2 ആഴ്ചത്തെ ഒരു തിരക്കുണ്ട്. 1-2 ആഴ്ച എനിക്കത് വായിക്കാൻ പറ്റില്ല. 1-2 ആഴ്ചത്തെ ഒരു തിരക്കുണ്ട്,
അത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആയിക്കോട്ടെ, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, സമയം എടുത്തിട്ട് പറയട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ആളുടെ അഡ്രസ് ഇല്ല. അവസാനം ഞാന് അബ്ദുള്ള ബാസിലിനെ വിളിച്ചു. ഹലോ ബാസിലെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് 20-ാം തീയതി കേട്ടോ, 2ആഴ്ചയില്ലേ? ഞങ്ങൾ ഇന്ന് മീറ്റിംഗ് കൂടും. ഞാൻ അറിയിക്കാം. കുറച്ച് തിരക്കിലായിപ്പോയി, സ്ഥിരമായിട്ട് കുറച്ച് തിരക്കുകളിലായിരുന്നു. നോക്കാം, പരമാവധി പെട്ടെന്ന് തന്നെ നോക്കട്ടെ. ഒന്ന് അല്ല, നിങ്ങൾ ഓക്കെയാണോ? ബാസിൽ ഓക്കെയാണോ? ആ ഒരു ഞങ്ങളൊരു ടീമല്ല, അപ്പൊ അത് ഞാൻ വ്യക്തിപരമായിട്ട് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മീറ്റിംഗ് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അറിയിക്കാം. അല്ലാതെ വൈകാതെ നോക്കാം. ഞാൻ കുറച്ച് വ്യക്തിപരമായിട്ട് കുറച്ച് തിരക്കിലായി പോയി. ശരി. അത് കഴിഞ്ഞിട്ട് ബാസിലിന് പിന്നെ ഞാൻ കുറെ വിളിച്ചു, അവര് വിവരമില്ല, അഡ്രസ്സും ഇല്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, അബ്ദുള്ള ബാസിൽ ഞാനും നടത്തിയുള്ള ഈ ഫോൺ സംഭാഷണത്തിൽ ലെറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞ് മറുപടി കിട്ടാതെ കാത്തിരുന്ന് പിന്നെ 1-2 ആഴ്ച കാത്തിരുന്നിട്ട് അബ്ദുള്ള ബാസിലിനെ വിളിച്ച് 3-4 കോള് കഴിഞ്ഞിട്ടാണ് ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ കോളിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞിടത്ത് അബ്ദുള്ള ബാസിൽ സംവാദത്തിന് സന്നദ്ധനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ആ കേൾവിയിൽ അബ്ദുള്ള ബാസിലിന്റെ സംസാരത്തിൽ എവിടെയെങ്കിലും ഞാനുമായിട്ടുള്ള സംവാദത്തിന് അബ്ദുള്ള ബാസിൽ വ്യക്തിപരമായിട്ട് സന്നദ്ധനാണ് എന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്തൊരവസ്ഥയെന്ന് ആലോചിക്കും ബാസിലിന്റെ. എന്തൊരവസ്ഥയാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഇത്രയും ഗതികെട്ട ഒരു സംഘടന ഇസ്ലാമിക ലോകത്ത് വേറെ ഇല്ല, കേരളത്തിൽ പ്രത്യേകിച്ചില്ല. ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പം ഞാൻ ഫോളോ അപ്പ് ചെയ്യാണ്. ഈ ഫോളോ അപ്പ് ചെയ്യണത് മോശമാണെന്നാണ് ഇപ്പൊ അബ്ദുള്ള ബാസിന്റെ അഭിപ്രായം. സംവാദത്തിന് വിളിച്ചു, വിളിച്ചു, ശരിയാണ്, സമ്മതിച്ചു, ശരിയാണ്, പിന്നെ ഉണ്ടെങ്കിൽ വരൂലേ, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പിന്നാലെ കൂടി സ്വൈര്യം കെടുത്തണമെന്നും ശരിയല്ല, മോശമാണെന്ന് അബ്ദുള്ള ബാസിൽ പറഞ്ഞതിന്റെ ഗുട്ടൻസ് മനസ്സിലായോ? ഈ ഫോൺ സംഭാഷണത്തിൽ അബ്ദുള്ള ബാസിൽ സംവാദത്തിന് സന്നദ്ധനാണെന്നോ, അബ്ദുള്ള ബാസിൽ ഈ സംവാദത്തിന് ആത്മവിശ്വാസമുള്ള ആളാണെന്നോ നിങ്ങൾക്ക് കേട്ടിട്ട് തോന്നുന്നുണ്ടോ മനുഷ്യന്മാരെ? ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് എനിക്ക് അബ്ദുള്ള ബാസിലിനോട് പറയാനുള്ളത് എന്താണ്? എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞ് ഒരു വിവരം ഇല്ലാതായി, പിന്നെയും വിളിച്ച് നമ്മൾ സ്വയം കെടുത്തിയപ്പോ അബ്ദുള്ള ബാസിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. അവര് പറഞ്ഞതിന് പ്രകാരം അവരുടെ പുളിക്കല സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ആണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ ഒരു പൊതു വേദിയിലാണെങ്കിൽ, ഒരു പൊതു ഇടത്തിൽ, ഒരു കോമൺ സ്ഥലത്താണെങ്കിൽ, ലിയാഖത്ത് പറഞ്ഞ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം, കുറച്ച് സാവകാശം വേണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞങ്ങളെ കാണിക്കും. അതില് അദ്ദേഹം പറയുന്നത്, അവർ പറഞ്ഞ കണ്ടീഷൻ പ്രകാരമാണെങ്കിൽ, അതായത് അവരുടെ സ്റ്റുഡിയോന്റെ അകത്തോ അല്ലെങ്കിൽ ഓൺലൈനിലോ എന്ന് പറഞ്ഞാൽ, അവരുടെ പുളിക്കല സ്റ്റുഡിയോന്റെ പടിക്ക് പുറത്ത് വന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന എന്നെ നേരിടാൻ അബ്ദുള്ള ബാസിലിന് ആർജവമില്ല എന്നാണ് ഈ വെണ്ടക്കാക്ഷരത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെ? ഓഫ്ലൈനിലെ അഡ്രസ്സിന്റെ പ്രശ്നമൊന്നും ഇതിനകത്തില്ലല്ലോ. പുളിക്കല സ്റ്റുഡിയോയിൽ പറ്റുമെങ്കിൽ ഒരു കോമൺ സ്റ്റുഡിയോയിൽ പറ്റില്ലേ? ഇപ്പൊ ഇഷ്ടം പോലെ ഈ പോഡ്കാസ്റ്റിന്റെയും അതേപോലെ തന്നെ ഈ ഷൂട്ടിംഗ് ഫ്ലോറുകളും ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ പരിപാടി ഒരു കോമൺ സ്റ്റുഡിയോക്ക് അകത്ത് ചെയ്തൂടെ? അതിന്റെ ചെലവ് വേണമെങ്കിൽ വഹിക്കാം നമ്മൾ പറഞ്ഞില്ലേ? അബ്ദുള്ള ബാസിലിനെ നമ്മൾ ഇനാം പ്രഖ്യാപിച്ചില്ലേ? അബ്ദുള്ള ബാസിലിന് മൗലൂദ് ഓതാൻ വന്ന നമ്മളെ ഈ മൂവാറ്റുപുഴക്കാരൻ ഒരു ഈസ പെരുമ്പാവൂരിനെയും ചേർത്ത് നമ്മൾ വെല്ലുവിളിച്ചില്ലേ? അവർക്ക് എല്ലാവർക്കും കൂടി നമ്മൾ 1 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചില്ലേ? സംവാദത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ? പൊടി പോലും കാണാനുണ്ടോ നിങ്ങളുടെ? എന്നിട്ട് എനിക്ക് അവസാനം അയച്ച മെസ്സേജിൽ എന്താ പറഞ്ഞത്? ലിയാഖത്ത് പറഞ്ഞ കണ്ടീഷൻ, അതായത് ഒരു കോമൺ ഗ്രൗണ്ടിൽ, ഒരു കോമൺ സ്പേസിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള ബാസിൽ പോയത് ജൂലൈ 7-ാം തീയതിയാണ് സുഹൃത്തുക്കളെ. ജൂലൈ 7-ാം തീയതി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6-ാം തീയതിയാണ് നമ്മൾ സംസാരിച്ചോണ്ട്. അല്ല, ഡിസംബർ 7-ാം തീയതിയാണ്. ഇന്നേക്ക് 5 മാസമായി. ഞാൻ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ഓഫ്ലൈൻ ഡിബേറ്റിൽ, ഒരു ക്ലോസ്ഡ് സ്റ്റുഡിയോക്കകത്ത്, പബ്ലിക് ഡിബേറ്റ്, പബ്ലിക് വേദിയിലല്ല, ഒരു അടച്ചിട്ട മുറിയിൽ, ഒരു സ്റ്റുഡിയോക്കകത്ത്, അബ്ദുള്ള ബാസിലിന്റെ പുളിക്കല സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കോമൺ സ്റ്റുഡിയോയിൽ അബ്ദുള്ള ബാസില് ആർജവത്തോടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് പബ്ലിക് ഡിബേറ്റിന് സന്നദ്ധനല്ലാത്തത് കൊണ്ട്, ധൈര്യമില്ലാത്തത് കൊണ്ട് പിൻവാങ്ങി അബ്ദുള്ള ബാസിൽ ഗത്യന്തരമില്ലാതെ മുന്നോട്ട് വെച്ച ആ ഓപ്ഷൻ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോ അബ്ദുള്ള ബാസില് ഞാൻ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്നത്തേക്ക് 5 മാസം കഴിഞ്ഞു. ഉളുപ്പുണ്ടോ ബാസിലെ? ഉളുപ്പ് ഉണ്ടോ? ആരെയാ ബാസിലെ നീ കബളിപ്പിക്കുന്നത്? എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് ജബ്ബാർ മാഷ് 4-5 കൊല്ലം മുമ്പ് ക്ലബ് ഹൗസിൽ ഞങ്ങള് വെല്ലുവിളിച്ചിരുന്നു. ഊസറും പൊളിയുണ്ട ചെങ്ങായിമാരെ നിങ്ങൾക്ക് പബ്ലിക് ഡിബേറ്റിന് ഇറങ്ങി വാ. എന്താ പ്രശ്നം? എന്തെങ്കിലും ബേജാറ്? ടി കെ അഷ്റഫ് സാഹിബ് വിടില്ലേ? മുജാഹിദ് ബാലുശ്ശേരി വെല്ലുവിളിച്ചിരുന്നല്ലോ.
കൊണ്ടത്തരിയും തെളിവെന്ന് മുജാഹിദ് ബാലുശ്ശേരിനെ കൊണ്ടുവരേ. അതുകൊണ്ട് ജബ്ബാർ മാഷ് ഉള്ള മറുപടി ജബ്ബാർ മാഷ് പുറകെ വരും, അത് തരും. അതുകൊണ്ട് ബാസിൽ വിചാരിച്ചാൽ വിസ്ഡം ഗ്രൂപ്പ് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇസ്ലാം രക്ഷപ്പെടാൻ പോകുന്നില്ല. ബാസിൽ ആദ്യം സമയം വേണം, കുറച്ച് സമയം വേണം തന്നെയല്ലേ എഴുതിയിരിക്കണല്ലേ. ലിയാഖത്ത് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം, അറിയിക്കാം. എത്ര സമയം ഇനി വേണം അബ്ദുള്ള ബാസിലെ? പുളിക്കല സ്റ്റുഡിയോന്റെ പുറത്ത് വേറെ ഒരു സ്റ്റുഡിയോയിൽ ആളുകൾ, പബ്ലിക് ഓഡിയൻസ് ഇല്ലാത്ത ഒരു സ്റ്റുഡിയോയിൽ വന്ന് സംവാദം നടത്താൻ അബ്ദുള്ള ബാസിലിന് സമയം ആലോചിച്ചെടുക്കാൻ എത്ര സമയം ഇനി വേണം? അബ്ദുള്ള ബാസിൽ എത്ര സമയം വേണമെന്ന് പറയട്ടെ. ഇനി അതും പോരാഞ്ഞ് ഞാൻ അബ്ദുള്ള ബാസിലിനോട് ഒരു കാര്യം കൂടി വെക്കണം. ഇനി അബ്ദുള്ള ബാസിലിന്റെ പുളിക്കല സ്റ്റുഡിയോ എങ്കിൽ പുളിക്കല സ്റ്റുഡിയോ, ഒറ്റ കണ്ടീഷനുള്ളൂ. അബ്ദുള്ള ബാസിൽ മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങളൊക്കെ അബ്ദുള്ള ബാസിലിന് ധൈര്യമില്ല എന്ന് പറയും. പബ്ലിക് ഓഡിയൻസിന്റെ മുമ്പിൽ ഒരു പൊതുവേദിയിൽ അബ്ദുള്ള ബാസിൽ മുന്നോട്ട് വെച്ച വിഷയം ചർച്ച ചെയ്യാൻ അബ്ദുള്ള ബാസിലിന് ധൈര്യമില്ല, പേടിയാണ് എന്ന് അബ്ദുള്ള ബാസിൽ തുറന്ന് സമ്മതിച്ചാൽ അബ്ദുള്ള ബാസിലിന്റെ പുളിക്കല സ്റ്റുഡിയോയിലേക്ക് വരും. ഇത്രക്കല്ലേ നമുക്ക് പറയാൻ പറ്റുക. അബ്ദുള്ള ബാസിൽ സമ്മതിക്കും, ശരിയാണ് എനിക്ക് പേടിയാണ്, നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, സംവാദം നടക്കാൻ വേണ്ടിയിട്ടെങ്കിലും അബ്ദുള്ള ബാസിൽ പറയും എനിക്ക് പേടിയാണെന്ന് പറ. പബ്ലിക് വേദിയിൽ, പൊതുവേദിയിൽ ഈ വിഷയം വെല്ലുവിളിച്ച വിഷയം, അബ്ദുള്ള ബാസിൽ വെച്ച വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോ സ്റ്റുഡിയോന്റെ അകത്ത് ഒളിച്ചു കയറിയിരിക്കുന്നത് എനിക്ക് പേടിയായതുകൊണ്ടാണ്, പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങളുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് ഭയമാണ്, എനിക്ക് ബേജാറാണ് എന്ന് ബാസിൽ സമ്മതിച്ചാൽ അബ്ദുള്ള ബാസിലിന്റെ പുളിക്കല സ്റ്റുഡിയോയിൽ ഞാൻ വരാം. പക്ഷെ അത് സമ്മതിക്കണം. പേടിയില്ലെങ്കിൽ അബ്ദുള്ള ബാസിൽ പുറത്തിറങ്ങി വാ. ഒന്നുകിൽ പേടിയാണെന്ന് പറയാം, പേടിയാണെങ്കിൽ ഞാൻ പുളിക്കൽ വരാം. പേടിയില്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കാതെ സംവാദത്തിന് പുറത്തിറങ്ങി വാ. ഇതാണ് അബ്ദുള്ള ബാസിലിന്റെ മുമ്പിലുള്ള രണ്ട് വഴി. അതുകൊണ്ട് അബ്ദുള്ള ബാസിലിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അബ്ദുള്ള ബാസിലിന്റെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കണം. ഇവിടെ നിങ്ങൾ അബ്ദുള്ള ബാസിലല്ല, ഞാൻ അബ്ദുള്ള ബാസിലിനോട് പറയുന്നതായിട്ട് നിങ്ങൾ ബാക്കി കേട്ടാൽ മതി. ബാക്കി ഒന്നും കുഴപ്പമില്ല, ഒക്കെ ശരിയായിക്കോളും. ഇങ്ങനെ ഇരിക്കെ ഇവരെന്തിനാണ് ഈ രൂപത്തിൽ സ്വന്തം അണികളുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒക്കെ ഭയങ്കര സംവാദത്തിന്റെ ആൾക്കാരാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ആശയങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് കളവല്ലേ? ശരിക്കും പറഞ്ഞാൽ കളവല്ലേ അത്? അല്ലേ ബാസിലെ? ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ കൃത്രിമവും നുണയും കാപട്യവും ഉടായിപ്പും അല്ലേ ബാസിലെ? നിന്നോട് പറയാനുള്ളത് നീ തന്നെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്നുകൂടി കേട്ടോളൂ, ഒരു സെന്റൻസ് കൂടി പറയാൻ. എന്തിനാണ് ആളുകൾ, സ്വന്തം മുന്നിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്. അത്ര ചോദിക്കാനുള്ളൂ. ആരെയാ പൊട്ടം കൽപ്പിക്കുന്നത്? ആരെയാ കബളിപ്പിക്കുന്നത്? വിശ്വാസികളെയോ അതോ UAE പ്രേക്ഷകരെയോ? ആരെയാണ് വഞ്ചിക്കുന്നത് ബാസിലെ? അതോ സ്വന്തത്തിനെയാണോ വഞ്ചിക്കുന്നത്? അവനവനെ തന്നെ, സെൽഫിനെ വഞ്ചിക്കുകയെ ആത്മവഞ്ചന നടത്തുകയാണോ അബ്ദുള്ള ബാസിലെ? അബ്ദുള്ള ബാസിലിനെ കുറിച്ച് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, വിശ്വാസികളോട് പറയാനുള്ളത് എനിക്ക് വേണ്ടി മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കും, കേട്ടോ. അഹങ്കാരിയായ, ദുരഭിമാനിയായ, മനുഷ്യൻ എന്ന നിലയിൽ യാതൊരു നിലക്കും വിനയമോ മനുഷ്യൻ എന്ന നിലക്ക് ഒരു അന്വേഷണ ത്വരയോ ഇല്ലാത്ത ഈ മനുഷ്യൻ ഇപ്പോൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? തീർച്ചയായും അയാൾ നേരിട്ടൊരു സംവാദത്തിന് നട്ടലുള്ളവനാണെങ്കിൽ തയ്യാറാകില്ലേ വേണ്ടത്? നട്ടലുള്ള ആൺകുട്ടിയാണെങ്കിൽ, നല്ല ഒരു തന്റേടമുള്ള വ്യക്തിയാണെങ്കിൽ, അതിന് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് ഹാജരാകാൻ പറയൂ. ഏത് ഡേറ്റിനും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കാം. ഇത് ബാസിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ് നാട്ടുകാരോട്. അത് ഞാൻ പറയാൻ വേണ്ടി, ഡബ് ചെയ്യാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിനെ ഏൽപ്പിച്ചു എന്ന് കരുതിയാൽ മതി. ഒരു സെന്റൻസ് കൂടി, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി, അതും മുജാഹിദ് ബാലുശ്ശേരി എനിക്ക് വേണ്ടി ബാസിലിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തോട് ചോദിക്കാണ്, കേട്ടോളി. നിങ്ങൾ ആരും എന്നെ വിളിച്ച് ആൺകുട്ടികളുടെ മുമ്പിൽ കൊണ്ടിരുത്തി ഞാനൊരു തോറ്റ ജന്മമാണ് എന്ന് തെളിയിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. അതിന് നിങ്ങൾ ആരും എന്നെ പിടിച്ചു വലിക്കരുത്. കാരണം ഞാൻ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വരും, ആരും എന്റെ കൂടെ കളിക്കാനുണ്ടാകരുത്. ഗോളി പോസ്റ്റ് കാലിയായിട്ട് ഇങ്ങനെ കിടക്കണം, അവിടേക്ക് ഇങ്ങനെ തട്ടിയിട്ട ശീലേ എനിക്കുള്ളൂ, അതേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ആണുങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള തന്റേടവും ധൈര്യവും ഒന്നും എനിക്കില്ല. എന്താ ബാസിലെ? അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ അബ്ദുള്ള ബാസിലിനോടും കൂട്ടരോടും പറയാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒരു വാക്ക് കടമെടുത്തതാണ്. അതിന്റെ മുമ്പ് അബ്ദുള്ള ബാസിലിനോട് എനിക്ക് പറയാനുള്ള കാര്യം അബ്ദുള്ള ബാസിലിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതാണ്. ഇത്രയൊക്കെ ഉള്ള ഈ കാര്യത്തില്. അതുകൊണ്ട് ഈ ഉടായ്പൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്നുകിൽ സ്റ്റുഡിയോന്റെ അകത്തോട്ട് പുറത്തിറങ്ങി വരാം, അല്ലെങ്കിൽ സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി വന്നിട്ട് പൊതു സംവാദത്തിന് പേടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോനകത്തോട്ട് അങ്ങോട്ട് വരാം. അതല്ലെങ്കിൽ ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് സംവാദത്തിന് ഇറങ്ങി വരിക, അല്ലെങ്കിൽ അന്ന് വിളിച്ച വെല്ലുവിളി മാറ്റിവെക്കുക. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് മനസ്സിലാക്കുക. വിശ്വാസികളെ നിങ്ങൾക്ക് കബളിപ്പിക്കാം, കമന്റ് ഡിലീറ്റ് ചെയ്യാം, ഇതിനൊക്കെ ഒരു കാലമുണ്ട് എന്ന് ബാസിൽ തിരിച്ചറിയണം. നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിൽ നുണയും കളവും ചതിയും മാത്രമാണ് എന്ന നിങ്ങളുടെ ഉത്തമമായ ബോധ്യത്തിലാണ് നിങ്ങൾ ചെയ്ത വീഡിയോകളുടെ താഴെ വരുന്ന കമന്റ് ഡിലീറ്റ് ചെയ്യാൻ ആളുകളെ തച്ചിനിരുന്ന് പണിയിപ്പിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ ആരെങ്കിലും നമ്മുടെ വീഡിയോന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ നമുക്ക് അനുകൂലമാണോ നെഗറ്റീവാണോ പോസിറ്റീവാണോ നോക്കിയിട്ട് കമന്റ് ഡിലീറ്റ് ചെയ്യുന്ന കലാപരിപാടി നമുക്ക് ലോകത്താരെങ്കിലും ചെയ്യുന്ന പണിയാണോ? സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ട് അതിൽ ആളുകൾ അവരുടെ അഭിപ്രായം എഴുതുമ്പോൾ അത് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാളും ഗതികെട്ട ഏർപ്പാട് വേറെന്താ ബാസിലെ?
എന്തൊരു ഗതികേടെന്ന് ആലോചിച്ചു. ഇത്രയും ഗതികെട്ട ഒരു മതസംവിധാനം, ഒരു മതസംഘടന കേരളത്തിൽ വേറെ ഇല്ല എന്ന ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചെയ്യും വരെ അബ്ദുള്ള ബാസിൽ ഒരു തികഞ്ഞ പരാജയവും അതിലുപരി ആഗോള ദുരന്തവുമാണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് എഴുന്നേക്ക് ബാസിലെ, എഴുന്നേക്ക്. മറ്റേ സിനിമയിലെ പഴംപൊരിയോട് പറഞ്ഞവരെ, രതീഷ് എന്ത് കിടപ്പാണെന്ന് രതീഷ്, എഴുന്നേക്കൂ രതീഷ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.